ഹലോ. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പി ജി ബി പിയുടെ ഫസ്റ്റ് പാർട്ടിനകത്ത് സെക്ഷൻ 28 മുതൽ സെക്ഷൻ 37(1) വരെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അലവൻസസ് എല്ലാം അതിനകത്ത് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു എക്സെപ്റ്റ് ഡെപ്രിസിയേഷൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സെക്കൻഡ് പാർട്ടാണിത്, പി ജി ബി പിയുടെ സെക്കൻഡ് പാർട്ട്. അതിനകത്ത് നമ്മൾ ആദ്യം ഡെപ്രിസിയേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഡിസലവൻസസ് ആയിരിക്കും ചെയ്യുന്നത്. സെക്ഷൻ 32 ഡെപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാൻ ചില കണ്ടീഷൻസ് ഉണ്ട്. ആദ്യത്തെ കണ്ടീഷൻ SSE മസ്റ്റ് ബി ദ ഓണർ ഓഫ് ദ അസെറ്റ്. And second one is SSE must use the asset for business or profession purpose. അപ്പൊ ആദ്യത്തെ പോയിന്റ് ഓണർ എന്ന് പറയുമ്പോൾ എവിടെ എന്താണ്, രജിസ്റ്റേർഡ് ഓണർ ആയാലും ബെനിഫിഷ്യൽ ഓണർ ആയാലും കുഴപ്പമില്ല. അതായത് രജിസ്റ്റേർഡ് ഓണർ വേണമെന്ന് നിർബന്ധമില്ല, ബെനിഫിഷ്യൽ ഓണർ ആയാലും കുഴപ്പമില്ല. ഫോർ എക്സാമ്പിൾ, മിസ്റ്റർ എ മിസ്റ്റർ ബി അങ്ങനെ രണ്ടുപേരുണ്ട്. മിസ്റ്റർ എയുടെ കയ്യിൽ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു, അത് മിസ്റ്റർ ബിന് സെയിൽ ചെയ്യണം. മിസ്റ്റർ ബിനെ സെയിൽ ചെയ്യുമ്പോൾ ജനറലി മിസ്റ്റർ ബി ഇസ് ലൈബിൾ ടു പേ ദ സ്റ്റാമ്പ് ഡ്യൂട്ടി ടു സ്റ്റേറ്റ് ഗവൺമെന്റ്. ബിൽഡിംഗ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആണ്, രജിസ്റ്റേർഡ് അണ്ടർ സ്റ്റേറ്റ് ഗവൺമെന്റ്. അപ്പൊ ബി ഇസ് ലൈബിൾ ടു പേ സ്റ്റാമ്പ് ഡ്യൂട്ടി ടു സ്റ്റേറ്റ് ഗവൺമെന്റ്. സോറി. ഇനി ഇവര് തമ്മിൽ ഒരു അഗ്രിമെന്റ് ഉണ്ടായി, ആ അഗ്രിമെന്റിന്റെ പേരാണ് സെയിൽ ഡീഡ്. ഓക്കെ. അപ്പോ ഇതിനകത്ത് കൺസിഡറേഷൻ എന് കിട്ടി. എ ആ വീടിന്റെ കീയും പൊസിഷനും ആർക്ക് കൊടുത്തു? ബിക്ക് കൊടുത്തു. ഫ്ലാറ്റ് ആരുടെയാണ്? എയുടെ പേരാണ് മെമ്പേഴ്സ്, അതായത് രജിസ്റ്ററിനകത്ത്, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കയ്യിലുള്ള രജിസ്റ്ററിനകത്ത് എയുടെ പേരാണ്. അപ്പൊ എയുടെ ബിൽഡിംഗ് അല്ലെങ്കിൽ ഫ്ലാറ്റ് ആർക്ക് കൊടുത്തു? ബിക്ക് സെയിൽ ചെയ്തു. അപ്പൊ സെയിൽ ചെയ്തപ്പോ അഗ്രിമെന്റ് ഉണ്ടാക്കി, സെയിൽ ഡീഡ് ഉണ്ടാക്കി, പക്ഷെ അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ. പക്ഷെ എ പൊസിഷൻ വിട്ടുകൊടുത്തു, ബി തിരിച്ച് പൈസയും കൊടുത്തു. ഇപ്പൊ എന്റെ ചോദ്യം എന്താ വെച്ചാൽ, ബിനെ നമുക്ക് ഓണർ ആയിട്ട് വിളിക്കാൻ പറ്റുമോ? ഇവിടെ പറയുന്നു യെസ്, ബി ഇസ് എ ബെനിഫിഷ്യൽ ഓണർ. അതായത് ലീഗൽ ഓണർ അല്ല ഇവിടെ ആവശ്യം, റിയൽ ഓണർ ആണ് ആവശ്യം. ഓക്കെ. സോ ബി ക്യാൻ ഓൾസോ ക്ലെയിം ഡെപ്രിസിയേഷൻ. മനസ്സിലായോ? അപ്പൊ ബി ബെനിഫിഷ്യൽ ഓണർ ആണെങ്കിൽ ആയത് കാരണം ബിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡെപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. സെക്കൻഡ് വൺ, യൂസ്. ഈ അസറ്റ് യൂസ് ചെയ്തിട്ടുണ്ടാവണം. ആക്റ്റീവ് ഓർ പാസീവ്. ആക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ആ അസറ്റിനെ നമ്മൾ ശരിക്കും യൂസ് ചെയ്തു. പാസീവ് യൂസ് എന്ന് പറഞ്ഞാൽ, സപ്പോസ് വിചാരിക്കൂ എന്റെ ഒരു ഫാക്ടറിയിൽ ഇടയ്ക്കിടയ്ക്ക് ലൈറ്റ് പോണ കാരണം ഞാൻ ജനറേറ്റേഴ്സ് ഫിക്സ് ചെയ്ത് അത് റെഡിയാക്കി, ആസ് ഇഫ് ഇറ്റ് ഇസ് പുട്ട് ടു യൂസ് മാതിരിയാക്കി. അതായത് ലൈറ്റ് പോയാൽ ഉടനെ ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഞാൻ ഫുള്ള് സെറ്റ് ചെയ്ത് അത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ വർഷത്തിൽ ലൈറ്റേ പോയിട്ടുണ്ടായിരുന്നില്ല. അതായത് വെൻ ദ മെഷീൻ ഇസ് റണ്ണിങ് ലൈറ്റേ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് ജനറേറ്റേഴ്സിന്റെ യൂസ് വന്നില്ല. ജനറേറ്ററുടെ യൂസ് വന്നില്ലെങ്കിലും ആ ജനറേറ്റർ ഇസ് പുട്ട് ടു യൂസ്, അതായത് പാസീവ് യൂസ് ആണ്. ലൈറ്റ് പോയാൽ ഉടനെ ഇതിന്റെ ജനറേറ്റർ സ്റ്റാർട്ട് ആവും. ഓക്കെ. അപ്പൊ ഇവിടെ ജനറേറ്റർ സ്റ്റാർട്ട് ആവും. സോ ജനറേറ്റർ ഈസ് പുട്ട് ടു യൂസ്, പാസീവ് യൂസ് ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ അത് കാരണം അതെന്താണ്, ആക്റ്റീവ്ലി ജനറേറ്റർ യൂസ് ആയില്ലെങ്കിലും കുഴപ്പമില്ല, ബട്ട് ഇറ്റ് ഇസ് റെഡി ടു യൂസ്. വെൻ ഇറ്റ് ഇസ് റെഡി ടു യൂസ് ആണെങ്കിൽ പോലും നമുക്ക് ആ ജനറേറ്റേഴ്സിന്റെ മുകളിൽ എന്ത് ക്ലെയിം ചെയ്യാൻ പറ്റും? ഡെപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ഫോർ അനദർ എക്സാമ്പിൾ, സപ്പോസ് എന്റെ ഫാക്ടറിയിൽ ഞാൻ AC കൊണ്ടുവന്ന് വെച്ചു. അപ്പൊ ഞാൻ AC കൊണ്ടുവന്ന് വെച്ചു. AC ഞാൻ വെച്ചിട്ടേ ഉള്ളൂ, അത് ഓപ്പൺ ചെയ്തിട്ടില്ല, അതിനെ ഫിക്സും ചെയ്തിട്ടില്ല ഞാൻ. ഓക്കെ. സോ ഇതിനെ നമുക്ക് പാസീവ് യൂസ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. AC ജസ്റ്റ് കൊണ്ടുവന്ന് വെച്ചിട്ടേ ഉള്ളൂ. അതിന്റെ അർത്ഥം ഇതല്ല ഈ അത് AC യൂസ് ചെയ്യാറായി. ACനെ നമുക്ക് ഫിറ്റ് ചെയ്യേണ്ടി വരും. ACയുടെ നമുക്ക് എല്ലാ എന്തൊക്കെ അറേഞ്ച്മെന്റ്സ് വേണോ ആ അറേഞ്ച്മെന്റ്സ് എല്ലാം ചെയ്ത് അസറ്റിനെ പുട്ട് ടു യൂസ്, അതായത് റെഡി ടു യൂസ് ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ? ഡെപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. സോ ഇവിടെ നമ്മളിപ്പോ രണ്ട് കണ്ടീഷൻസ് പഠിച്ചു. അതാണ് ആദ്യത്തെ കണ്ടീഷൻ, ഓണർ ആയിരിക്കണം. അത് രജിസ്റ്റേർഡ് ഓണർ ആയാലും കുഴപ്പമില്ല, ബെനിഫിഷ്യൽ ഓണർ ആയാലും കുഴപ്പമില്ല. യൂസ് ആണെങ്കിൽ അത് ആക്റ്റീവ് യൂസും ആവാം, പാസീവ് യൂസും ആവാം. രണ്ടാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡെപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ഉണ്ട്. ഡെപ്രിസിയേഷൻ ഇൻ കേസ് ഓഫ് ലീസ്. അസറ്റ് ലീസിൽ നമ്മൾ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഡെപ്രിസിയേഷൻ ആരാ ക്ലെയിം ചെയ്യാം? ലെസർ ക്ലെയിം ചെയ്യും. ഹയർ പർച്ചേസിന്റെ കേസസിൽ പർച്ചേസ് ചെയ്ത ആളാണ് ഡെപ്രിസിയേഷൻ ക്ലെയിം ചെയ്യുന്നത്. എന്താ കാരണം? ഇപ്പൊ സപ്പോസ് വിചാരിക്കൂ ഞാൻ കാറ് ലീസിന് കൊടുക്കുന്ന ബിസിനസ് ആണ്. എന്റെ കാറ് ലീസിന് കൊടുക്കുന്ന ബിസിനസ് ആണ്. അപ്പോൾ കാറ് ഞാൻ ലീസിന് കൊടുക്കുമ്പോൾ ലീസ് പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, സപ്പോസ് ഫോർ എക്സാമ്പിൾ ഞാനൊരു 6 years 4 to 5 years വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? ഇപ്പൊ അതൊരു ട്രെൻഡാണ് ലീസിൽ കാറ് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ മെഴ്സിഡീസോ ബെൻസോ ഇതൊന്നും നമ്മൾ പൈസ കൊടുത്ത് മേടിക്കില്ല. അപ്പൊ നമ്മൾ വരുന്നു, നമ്മൾ 4 to 5 years ലീസ്, ജനറലി മിനിമം 3 years വേണം.
ഞാനൊരു ഷോർട്ട് ഡ്രൈവിനെ കുറിച്ചല്ല പറയുന്നത്, ലോങ് ടേം ലീസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ മിനിമം ഒരു 3 years തൊട്ടാണ് നമ്മൾ ലീസ് പീരീഡ് സ്റ്റാർട്ട് ആവുന്നത്. അപ്പൊ സപ്പോസ് വിചാരിക്കൂ, ഞാൻ ലീസിൽ വണ്ടി കൊടുക്കുന്ന ആളാണ്. സപ്പോസ് രാഹുൽ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. അയാൾ എൻ്റെ അടുത്ത് വണ്ടി ലീസിന് വേണ്ടി മേടിക്കാൻ വന്നു. അയാൾ എന്നോട് പറഞ്ഞു 6 വർഷം ഞാൻ BMW യൂസ് ചെയ്യും, 6 വർഷം കഴിഞ്ഞ് ഞാൻ ആ അസറ്റ് എന്റെ കയ്യിൽ തിരിച്ചു തരും. ഓക്കെ, ലീസ് പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ അസറ്റ് തിരിച്ച് എന്ത് വരും, എനിക്ക് വരും. അപ്പൊ ആക്ച്വൽ ഓണർ ആരാ, ഞാൻ തന്നെയാണ്. അപ്പൊ ഞാൻ എന്റെ കോഴ്സ് ഓഫ് ബിസിനസ്സിന് അത് യൂസ് ചെയ്യുന്ന കാരണം ഞാൻ എന്താവും, അതിന്റെ ഓണറാവും. അപ്പൊ ഡെപ്രിസിയേഷൻ ആരാ ക്ലെയിം ചെയ്യാ, ഞാനാണ് ക്ലെയിം ചെയ്യാം. ഓക്കെ, ഹയർ പർച്ചേസിന്റെ കേസിൽ ഹയർ പർച്ചേസ് ഇൻസ്റ്റാൾമെന്റ് രാഹുൽ പേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഹയർ പർച്ചേസിന്റെ ഇൻസ്റ്റാൾമെന്റ്സ് തീർന്നു കഴിഞ്ഞാൽ ആ അസറ്റ് അൾട്ടിമേറ്റ്ലി ആരുടെ കയ്യിലാണ് പോകുന്നത്, രാഹുലിന്റെ കയ്യിൽ തന്നെ. അപ്പോ ലീസിന്റെ കേസിൽ ലെസർ ആണ് എന്ത് ചെയ്യുന്നത്, ഡെപ്രിസിയേഷൻ ക്ലെയിം ചെയ്യുന്നത്. ആൻഡ് ഹയർ പർച്ചേസിന്റെ കേസിൽ ഹയർ പർച്ചേസർ, അതായത് ആരാണോ പർച്ചേസ് ചെയ്യുന്നത് അയാളാണ് ഡെപ്രിസിയേഷൻ ക്ലെയിം ചെയ്യുക. അപ്പൊ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യനിൽ ഇത് ഓർത്ത് വയ്ക്കാം. ലീസിന്റെ കേസിൽ ലെസർ, ആരാണോ ലീസിന് കൊടുക്കുന്ന അയാളാണ് ഡെപ്രിസിയേഷൻ ക്ലെയിം ചെയ്യുക. ഹയർ പർച്ചേസിന്റെ കേസിൽ ആരാണോ പർച്ചേസ് ചെയ്യുന്നത് അയാളാണ് ഡെപ്രിസിയേഷൻ ക്ലെയിം ചെയ്യുന്നത്. ഓക്കെ, ഇതിന്റെ ബേസിസിൽ 2 CBDT സർക്കുലേഴ്സ് ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് അത്രയും CBDTയുടെ എന്താ സർക്കുലർ എന്നൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, അത് ഫൈനൽ ലെവലിലാണ് ഉള്ളത്. ഓക്കെ, സോ ദിസ് ഇസ് ഇമ്പോർട്ടന്റ്. ലീസിന്റെ കേസിൽ ലെസർ, ഹയർ പർച്ചേസിന്റെ കേസിൽ ഹയർ പർച്ചേസർ, ആരാണോ പർച്ചേസ് ചെയ്യുന്നത് അയാളുടെ ഡെപ്രിസിയേഷൻ ക്ലെയിം ചെയ്യും. ഓക്കെ, ഇനി ക്ലാസ് ഓഫ് ഡെപ്രിസിയേഷൻ. ക്ലാസ് ഓഫ് ഡെപ്രിസിയേഷൻ നമുക്ക് എന്താ നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് ഓഫ് അസറ്റ് നോക്കാം. ക്ലാസ് ഓഫ് അസറ്റ് നമ്മുടെ എത്രയൊക്കെയാണ്, ഏതൊക്കെയാണ് നമ്മുടെ ക്ലാസ് ഓഫ് അസറ്റ്? ഫസ്റ്റ് ഇസ് ബിൽഡിംഗ്, മെഷീനറി, പ്ലാന്റ് ഓർ ഫർണിച്ചർ. ഇത് നമ്മുടെ ടാഞ്ചിബിളിനകത്ത് വരും. നോ ഹൗ, പേറ്റന്റ്, കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക്, ലൈസൻസ് ഓർ എനി അതർ ബിസിനസ് റൈറ്റ് ഓഫ് സിമിലർ നേച്ചർ. അപ്പൊ ആദ്യം നമ്മുടെ ഗുഡ്വില്ല് ഡെപ്രിസിയബിൾ അസറ്റ് ആക്കിയിട്ട് നമ്മൾ കണക്കാക്കില്ലായിരുന്നു. പക്ഷെ ഈ ഒരു സ്റ്റേറ്റ്മെന്റില് എനി അതർ ബിസിനസ് റൈറ്റ് ഓഫ് സിമിലർ നേച്ചർ, അതിനകത്ത് നമ്മൾ ഗുഡ്വില്ലും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഗുഡ്വിൽ ഇസ് ഓൾസോ എ ഡെപ്രിസിയബിൾ അസറ്റ്. അപ്പൊ നമ്മുടെ ക്ലാസ് ഓഫ് അസറ്റ് ഏതൊക്കെയാണ്? ബിൽഡിംഗ്, മെഷീനറി, പ്ലാന്റ് ഓർ ഫർണിച്ചർ, പിന്നെ നോ ഹൗ, പേറ്റന്റ്, കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക്, ലൈസൻസ് ഓർ എനി അതർ ബിസിനസ് റൈറ്റ് ഓഫ് സിമിലർ നേച്ചർ. ടാഞ്ചിബിളിനകത്ത് ഇത്, ഇൻടാഞ്ചിബിളിനകത്ത് ഇത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ക്ലാസ് ഓഫ് അസറ്റ്. ഇനി നമുക്ക് ഇതിന് ശേഷം നോക്കാം എന്താണ് നമ്മുടെ റേറ്റ് ഓഫ് അസറ്റ്, റേറ്റ് ഓഫ് ഡെപ്രിസിയേഷൻ. അതിനു മുന്നേ നമുക്ക് നോക്കാം സിസ്റ്റം ഓഫ് ഡെപ്രിസിയേഷൻ എന്താണ്. നമ്മുടെ കയ്യിൽ 2 സിസ്റ്റം ഓഫ് ഡെപ്രിസിയേഷൻ ഉണ്ട്. ഒന്ന് ഇൻഡിവിജ്വൽ സിസ്റ്റം and second one is block of asset system. Individual system, block of asset system. Individual system ഈ ഓപ്ഷൻ വെറും പവർ ജനറേറ്റിംഗ് യൂണിറ്റ്സിന് മാത്രമേ ഉള്ളൂ. അതായത് എക്സെപ്റ്റ് പവർ ജനറേറ്റിംഗ് യൂണിറ്റ് എല്ലാം, അതായത് പവർ ജനറേറ്റിംഗ് യൂണിറ്റ്സിന് മാത്രമേ നമ്മുടെ ഇൻഡിവിജ്വൽ സിസ്റ്റം ഓഫ് ഡെപ്രിസിയേഷൻ ഉള്ളൂ. ബാക്കി എല്ലാ അസറ്റിനും കമ്പൽസറി ആയിട്ട് ബ്ലോക്ക് ഓഫ് അസറ്റ് മെത്തേഡ് ആണ് നമുക്ക് ഉള്ളത്. അപ്പൊ ബ്ലോക്ക് ഓഫ് അസറ്റ് ഫോർ ഓൾ അസറ്റ്സ്. ഓക്കെ, അപ്പോ ഇൻഡിവിജ്വൽ അസറ്റ് ആണെങ്കിൽ, ഇൻഡിവിജ്വൽ സിസ്റ്റം ആണെങ്കിൽ അത് പവർ ജനറേറ്റിംഗ് യൂണിറ്റ്സിന് മാത്രമേ ഇൻഡിവിജ്വൽ സിസ്റ്റം ഉള്ളൂ. ഓക്കെ, അതും അവർക്ക് ഓപ്ഷൻ ആണ്. അവർക്ക് വേണമെങ്കിൽ ബ്ലോക്ക് ഓഫ് അസറ്റ് എടുക്കാം, പക്ഷെ അവർക്ക് ഓപ്ഷൻ ഉണ്ട് ഇൻഡിവിജ്വൽ സിസ്റ്റം വേണമെങ്കിലും ചൂസ് ചെയ്യാം എന്നുള്ളത്. ഓക്കെ, അപ്പോ ഇനി എന്താണ് ഈ ബ്ലോക്ക് ഓഫ് അസറ്റ് സിസ്റ്റം? ബ്ലോക്ക് ഓഫ് അസറ്റ് സിസ്റ്റം അറിയണമെങ്കിൽ നമുക്ക് റേറ്റ്സ് അറിയണം. സോ നമുക്ക് റേറ്റ്സ് എന്താണ് നമുക്ക് ചെക്ക് ചെയ്യാം, എന്തൊക്കെയാണ് നമ്മുടെ റേറ്റ്സ്. അപ്പൊ ആദ്യത്തെ ബിൽഡിംഗ് അസറ്റ് നമ്മുടെ ഏതാണ്? ബിൽഡിംഗ് യൂസ് ഫോർ റെസിഡൻഷ്യൽ പർപ്പസ് ആണെങ്കിൽ 5% ഡെപ്രിസിയേഷൻ. 5% ഫോർ റെസിഡൻഷ്യൽ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന വീടല്ല, ആ താമസിക്കുന്ന ബിൽഡിംഗ് അല്ല. ആ താമസിക്കുന്ന ബിൽഡിംഗ് നമ്മുടെ പേഴ്സണൽ പർപ്പസ് ആണ്, അവിടെ ഡെപ്രിസിയേഷൻ വരില്ല. ഓക്കെ, സോ എന്റെ ഒരു ബിസിനസ് ഉണ്ട്. എന്റെ ഫാക്ടറി ഉണ്ട്. ഫാക്ടറിയുടെ തൊട്ടടുത്ത് ഞാനൊരു ബിൽഡിംഗ് സ്വന്തമാക്കിയിട്ട് മേടിച്ചു. ആ ബിൽഡിങ്ങിനകത്ത് ഞാൻ വെറും എന്റെ ഫാക്ടറിയിലെ എംപ്ലോയീസിന് മാത്രമേ താമസിക്കാൻ കൊടുക്കുള്ളൂ. കാരണം അവിടെ താമസിക്കുന്ന എംപ്ലോയീസ്, എന്റെ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് എല്ലാവരും ദൂരെ ഉള്ള ആൾക്കാരാണ്. അപ്പൊ ചിലപ്പോൾ അവർക്ക് കുറെ ഷിഫ്റ്റ് ഉണ്ടായിരിക്കാം. അത് കാരണം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്റെ ഫാക്ടറിയുടെ തൊട്ടടുത്തൊരു ബിൽഡിംഗ് ഉണ്ട്, ആ ബിൽഡിങ്ങിനകത്ത് നിങ്ങൾക്ക് താമസിക്കാം. സോ ഐഡിയലി ആ ബിസിനസ്സിനകത്ത് റെസിഡൻഷ്യൽ പർപ്പസിനാണ്, അത് താമസിക്കാനാണ് യൂസ് ചെയ്തില്ലെങ്കിലും അത്
ബിസിനസിന്റെ പാർട്ടായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ. ബിസിനസിന്റെ എംപ്ലോയീസിന് താമസിക്കാൻ വേണ്ടിയിട്ടാണ്, ആ റെസിഡൻഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ബിൽഡിംഗ് മേടിച്ചിരിക്കുന്നത്. സോ ബിൽഡിംഗ് ആസ് ഓഫ് നൗ റെസിഡൻഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടാണ്, പക്ഷേ അത് ബിസിനസിന്റെ യൂസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ബിൽഡിംഗ് അവിടെ വെച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ബിൽഡിങ്ങിന് എത്ര പെർസെന്റ് ആണ്? 5% ഡെപ്രിസിയേഷൻ. ഓക്കെ. അതർ ബിൽഡിങ്സിന് എത്ര വരും? ഓഫീസ്, ഫാക്ടറി, ഗോഡൌൺ, ഹോട്ടൽ, ബോർഡിംഗ്, അതിന് എത്ര വരെയാണ്? 10% ഡെപ്രിസിയേഷൻ. അതർ ബിൽഡിംഗ് ഫോർ ഇൻസ്റ്റാളിംഗ് പ്ലാന്റ് ആൻഡ് മെഷീനറി, അതിന് എത്രയാണ് വരിക? 40% ആണ് ഡെപ്രിസിയേഷൻ. ഓക്കെ. ഇതാണ് നമ്മുടെ ബിൽഡിംഗ്. അതായത് റെസിഡൻഷ്യൽ ആണെങ്കിൽ 5%, ഓഫീസ്, ഫാക്ടറി അതിനാണെങ്കിൽ 10%, അതർ ബിൽഡിംഗ് ഫോർ ഇൻസ്റ്റാളിംഗ് പ്ലാന്റ് ആൻഡ് മെഷീനറി ആണെങ്കിൽ 40%. ഫർണിച്ചർ ഓർ ഫിറ്റിംഗ് എത്ര പെർസെന്റ് ആണ്? 10%. Plant and machinery, motor car other than used on hire, motor car used on hire ആണെങ്കിൽ, other than used on hire ആണെങ്കിൽ 15%. യൂസ്ഡ് ഓൺ ഹയർ ആണെങ്കിൽ എത്ര പെർസെന്റ് ആണ്? 30%. അപ്പൊ എന്റെ അമെൻമെന്റ് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ വർഷം ഈ ഫൈനാൻസ് ആക്ടിൽ നമുക്ക് അമെൻമെന്റ് വന്നിട്ടുണ്ട്. എന്താണ് അമെൻമെന്റ്? സപ്പോസ് ഇഫ് the plant and machinery motor car other than used on hire, ഹയറിനല്ലാത്ത, ഹയറിന് യൂസ് ചെയ്യാത്ത മോട്ടോർ കാർ എങ്ങാനും ഞാൻ purchased and put to use, this is important, purchased and put to use between 23rd August 2019 to 31st March 2020 ആണെങ്കിൽ 15% എന്നുള്ളത് 30% ആവും. ഓക്കെ. സോ ഇത് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 1 എവിടെയെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു അമെൻമെന്റിന്റെ ഇഫക്റ്റ് ബേസിസിൽ ഒരു ക്വസ്റ്റ്യൻ വരും. അതായത് മോട്ടോർ കാർ 2 സെക്ഷൻ ഉണ്ട്. ഓൺ ഹയർ, നോട്ട് ഓൺ ഹയർ. നോട്ട് ഓൺ ഹയർ സാധാരണ 15% ആണ്. പക്ഷെ ആ മോട്ടോർ കാർ പർച്ചേസ് ആൻഡ് പുട്ട് ടു യൂസ് ബിറ്റ്വീൻ 23rd August 2019 to 31st March 2020 ആണെങ്കിൽ 30%. ഓക്കെ. ഇനി ഈ മോട്ടോർ കാറ് ഞാൻ എങ്ങാനും ഹയർ ബേസിസിനാണ് യൂസ് ചെയ്യണമെങ്കിൽ ജനറലി 30% ആണ്. പക്ഷേ ഈ അസറ്റ് ഈ മോട്ടോർ കാറ് ഞാൻ 23rd August to 31st March ഇടയിലാണ് പർച്ചേസ് ആൻഡ് പുട്ട് ടു യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 30% എന്നുള്ളത് 45% ആണ്. എല്ലാവർക്കും മനസ്സിലായോ? മോട്ടോർ കാർ നോട്ട് ഓൺ ഹയർ പർച്ചേസ്, ആദ്യം മോട്ടോർ കാറിനെ ഡിവൈഡ് ചെയ്യാം. മോട്ടോർ കാർ for hire, not for hire. Not for hire generally 15%, but if it is purchased and put to use between 23rd August to 31st March 20 ആണെങ്കിൽ ഈ 15 എന്നുള്ളത് 30% ആവും. ഓക്കെ. ഇനി മോട്ടോർ കാർ ഫോർ ഹയർ പർച്ചേസ്, സോറി മോട്ടോർ കാർ പർച്ചേസ് ഫോർ ഓൺ ഹയർ, മോട്ടോർ കാർ റണ്ണിംഗ് ഓൺ ഹയർ ആണെങ്കിൽ, മോട്ടോർ കാർ റണ്ണിംഗ് ഓൺ ഹയർ ആണെങ്കിൽ ജനറലി ഇറ്റ് ഇസ് 30%, ബട്ട് ഇഫ് ഇറ്റ് ഇസ് പർച്ചേസ് ആൻഡ് പുട്ട് ടു യൂസ് ബിറ്റ്വീൻ 23rd August to 2019 to 31st March 2020 ആണെങ്കിൽ 30% എന്നുള്ളത് എത്രയാവും? 45% ആവും. അപ്പൊ ഒരു എക്സാമിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇതിന്റെ മുകളിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ജനറൽ പ്ലാന്റ് ആൻഡ് മെഷീനറി, നോർമൽ പ്ലാന്റ് ആൻഡ് മെഷീനറി ജനറൽ കേസിൽ എത്രയാണ്? നമ്മുടെ 15% ആണ് പ്ലാന്റ് ആൻഡ് മെഷീനറി. ഓക്കെ. അതർ കേസസ് ആണെങ്കിൽ എന്താണ്? കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, ബുക്സ്, ഇതിനൊക്കെ 40% ആണ്. ആദ്യം ഇതൊക്കെ 60-100 റേഞ്ചിലായിരുന്നു. പക്ഷെ 40ക്ക് മുകളിലുള്ള എല്ലാ അസറ്റിന്റെ റേറ്റ്സും 40ലേക്ക് എത്തിക്കുകയാണ് ചെയ്തത് കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ. സോ അതർ കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, ബുക്സ് ഒക്കെ ആണെങ്കിൽ എത്ര പെർസെന്റ് ഡെപ്രിസിയേഷൻ ആണ്? 40% ഡെപ്രിസിയേഷൻ. പ്ലാന്റ് ആൻഡ് മെഷീനറിനകത്ത് ഒന്നും കൂടെ വരുന്നുണ്ട്, ഷിപ്പ്. ഇനി ഷിപ്പ് ആണെങ്കിൽ എത്ര പെർസെന്റ് ആണ്? 20%. ആൻഡ് ഇൻടാഞ്ചിബിൾ അസറ്റിന് എത്രയാണ്? 25% ആണ് ഡെപ്രിസിയേഷൻ. അപ്പൊ നമ്മൾ ഇവിടെ ക്ലാസ് ഓഫ് അസറ്റും കണ്ടു, റേറ്റ് ഓഫ് ഡെപ്രിസിയേഷനും കണ്ടു. ഇനി ബ്ലോക്ക് ഓഫ് അസറ്റ് സിസ്റ്റം എന്താ? ബ്ലോക്ക് ഓഫ് അസറ്റ് എന്താ പറയുന്നത്? ബ്ലോക്ക് ഓഫ് അസറ്റിനകത്ത് നമ്മൾ സെയിം റേറ്റ്, സെയിം ക്ലാസ് ആണ് നമ്മൾ യൂസ് ചെയ്തത്. സെയിം ക്ലാസ്, സെയിം റേറ്റ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം ബ്ലോക്ക് എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ബിൽഡിംഗ് സെയിം ക്ലാസ് ആണ്. ബിൽഡിങ്ങും ഈ ബിൽഡിങ്ങും ഇത് രണ്ടും സെയിം ക്ലാസ് ആണ്. ഫോർ റെസിഡൻഷ്യൽ പർപ്പസും ഇത് ഏത് ക്ലാസ്സിനകത്താണ് വരുന്നത്? ബിൽഡിംഗ് ക്ലാസ്സിനകത്ത്. പക്ഷെ ഇതിന്റെ ഡെപ്രിസിയേഷൻ റേറ്റ് എത്രയാ? 5%. ഇതിന്റെ ഡെപ്രിസിയേഷൻ റേറ്റ് എത്രയാ? 10%. സെയിം ക്ലാസ് ആണോ? യെസ്. സെയിം റേറ്റ് ആണോ? അല്ല. അപ്പൊ അവര് നമുക്ക് ബ്ലോക്ക് ആവാൻ പറ്റുമോ? ബ്ലോക്ക് ആവില്ല. ഓക്കെ. സോ ദിസ് ഈസ് ഹൗ ബ്ലോക്ക് ഇസ് ക്രിയേറ്റഡ്. ബ്ലോക്ക് എങ്ങനെ ഉണ്ടാവുന്നത്? സെയിം ക്ലാസ്, സെയിം റേറ്റ് ഉള്ള സാധനങ്ങൾ ഒത്തുകൂടിയിട്ടാണ് ബ്ലോക്ക് ഉണ്ടാവുന്നത്. ഇനി ഞാൻ പറയാം അടുത്തൊരു എക്സാമ്പിൾ. ഈ ബിൽഡിങ്ങിന്റെ റേറ്റ് എത്രയാണ്? 10%. ഫർണിച്ചർ ഓർ ഫിറ്റിംഗിന്റെ റേറ്റ് എത്രയാണ്? 10%. രണ്ടിന്റെ പെർസെന്റേജ് എത്രയാണ്? ഡെപ്രിസിയേഷൻ റേറ്റ് 10%. പക്ഷെ ക്ലാസ് സെയിം ആണോ? ക്ലാസ് സെയിം അല്ല. അപ്പൊ ഇത് ബ്ലോക്ക് ആവുമോ? ഇത് ബ്ലോക്ക് ആവില്ല.
മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ സെയിം ക്ലാസ്സും സെയിം റേറ്റും ആണെങ്കിൽ മാത്രമേ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, ഇനി ഒരു എക്സാമ്പിളും കൂടെ ഞാൻ തരാം. ഓക്കെ, എന്റെ ഒരു അസറ്റ് കമ്പ്യൂട്ടർ ആണ്, മറ്റൊരു അസറ്റ് ബുക്സ് ആണ്. കമ്പ്യൂട്ടറിന്റെ കമ്പ്യൂട്ടറിന്റെ ഡെപ്രിസിയേഷൻ റേറ്റ് എത്രയാ? 40%. ബുക്സിന്റെ ഡെപ്രിസിയേഷൻ റേറ്റ് എത്രയാ? 40%. കമ്പ്യൂട്ടർ ഏതിനകത്താ വരുന്നത്? പ്ലാന്റ് ആൻഡ് മെഷീനറി. ബുക്സ് ഏതിന്റെ അകത്താ വരുന്നത്? പ്ലാന്റ് ആൻഡ് മെഷീനറി. ഇത് ബ്ലോക്ക് ആവോ? യെസ്, ഇത് ബ്ലോക്ക് ആവും. സോ സെയിം റേറ്റ് സെയിം ക്ലാസ് ആണെങ്കിൽ എന്താവും? ബ്ലോക്ക് സിസ്റ്റം വരും. മനസ്സിലായില്ലേ? അപ്പൊ സെയിം ക്ലാസ്സും നോക്കണം, സെയിം റേറ്റും നോക്കണം, അപ്പോഴാണ് നമ്മുടെ ബ്ലോക്ക് സിസ്റ്റം വരുന്നത്. ഓക്കെ, ഇനി ഇൻഡിവിജ്വൽ സിസ്റ്റത്തിനകത്ത് എന്താണ്? ഇൻഡിവിജ്വൽ സിസ്റ്റത്തിനകത്ത് ഓരോ അസറ്റിനും നമ്മൾ ഡെപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യും. ഓരോ അസറ്റിന് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഡെപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യും. ഈ ബ്ലോക്ക് ഓഫ് അസറ്റിന്റെ സിസ്റ്റം എന്തിനാ വരുന്നത്? സപ്പോസ് ഫോർ എക്സാമ്പിൾ ഞാനൊരു കോച്ചിങ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. എന്റെ കോച്ചിങ് ക്ലാസ്സിന് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. മുംബൈയിലെ ബ്രാഞ്ച് ഉണ്ട്, കേരളത്തിലെ ബ്രാഞ്ച് ഉണ്ട്, ചെന്നൈയിലെ ബ്രാഞ്ച് ഉണ്ട്, അങ്ങനെ ഒരുപാട് സ്ഥലത്തില് ബ്രാഞ്ച് ഉണ്ട്. അവിടെയൊക്കെ എല്ലാ സ്ഥലത്തും എന്റെ ഒരു 5 ക്ലാസ് ഉണ്ട്. ആ 5 ക്ലാസ്സിനകത്ത് എല്ലാ ക്ലാസ്സിലും ബെഞ്ചസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ ബെഞ്ചസ് ഓൾമോസ്റ്റ് നമ്മൾ നോക്കി വരുമ്പോൾ സപ്പോസ് വിചാരിക്കും 5000 ബെഞ്ചസ് ഉണ്ട്. എന്റെ ഫുൾ ക്ലാസ്സസിന് 5000 ബെഞ്ചസ് ഉണ്ട്. ഈ 5000 ബെഞ്ചസ് എനിക്ക് എന്താണ്? അസറ്റ് ആണ്. അപ്പൊ അസറ്റിന്റെ മുകളിൽ എന്ത് വരും? ഡെപ്രിസിയേഷൻ വരും. ബട്ട് യു തിങ്ക്, ഇമാജിൻ, ഈ 5000 ലെജർ അക്കൗണ്ട്സ് ഉണ്ടാക്കി ഞാൻ ഡെപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് എങ്ങനെയായിരിക്കും? അത് പോസിബിൾ ആണോ? അത് പോസിബിൾ അല്ല. അപ്പോഴാണ് ഗവൺമെന്റ് നമുക്ക് എന്ത് കൊണ്ടുവന്നത്? ബ്ലോക്ക് ഓഫ് അസറ്റ് മെത്തേഡ് കൊണ്ടുവന്നത്. അപ്പൊ അവരെന്താ പറയുന്നത്? ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുക, അതായത് സെയിം ക്ലാസ്സും സെയിം റേറ്റും ആണെങ്കിൽ അവരെ ഒന്നിപ്പിക്കുക, എന്നിട്ട് ബ്ലോക്ക് ഓഫ് അസറ്റ് മെത്തേഡിൽ എന്ത് ചെയ്യണം? ഡെപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. ഈ ബ്ലോക്ക് വരുമ്പോൾ എന്താ പ്രശ്നം പറ്റണത്? ഓരോ അസറ്റിന്റെയും ഇൻഡിവിജ്വാലിറ്റി ലോസ്റ്റ് ആവാണ്. എവ്രി അസറ്റിന്റെ, ഈച്ച് ആൻഡ് എവ്രി അസറ്റിന്റെ ഇൻഡിവിജ്വാലിറ്റി എന്താവാണ്? ലോസ്റ്റ് ആയിട്ട് അത് ഒരുമിച്ചാണ് എന്ത് ചെയ്യുന്നത്? ബ്ലോക്ക് ആയിട്ട് നമ്മൾ കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ബ്ലോക്ക് ഓഫ് അസറ്റിന്റെ ഒരു ബ്രീഫായിട്ട് ഞാൻ പറഞ്ഞു തന്നത്. ഇനി നമുക്ക് ചെറിയ ചെറിയ എക്സാമ്പിൾസിലൂടെ ഡെപ്രിസിയേഷൻ കുറച്ചുകൂടെ കിടക്കാം. ഡെപ്രിസിയേഷന് മാത്രമേ ഞാൻ ഇത്ര സമയം എടുക്കുന്നുള്ളൂ, ബാക്കി എല്ലാ പോയിന്റും ഞാൻ ക്വിക്ലി കൊണ്ടുപോകും. കാരണം അതെല്ലാം റിവിഷൻ മാത്രമാണ്. ഡെപ്രിസിയേഷനിൽ ഒരുപാട് പേർക്ക് ഡൗട്ട് വരുന്ന കാരണം ഞാൻ ഡെപ്രിസിയേഷൻ കുറച്ചും കൂടെ ശ്രദ്ധിക്കുകയാണ്. മെത്തേഡ് ഓഫ് ഡെപ്രിസിയേഷൻ, ബ്ലോക്ക് ഓഫ് അസറ്റ്. ഇഫ് യുവർ അസറ്റ്, നിങ്ങളുടെ അസറ്റ് ബ്ലോക്കിനകത്താണ് വരുന്നതെങ്കിൽ, അതായത് 99.99% എന്താ വരുന്നത്? ബ്ലോക്ക് ഓഫ് അസറ്റ് മെത്തേഡേ വരുള്ളൂ. പവർ ജനറേറ്റിംഗ് യൂണിറ്റ്സ് ആണെങ്കിൽ മാത്രമേ ഇൻഡിവിജ്വൽ സിസ്റ്റം വരുള്ളൂ. ഓക്കെ, ബ്ലോക്ക് ഓഫ് അസറ്റ് സിസ്റ്റം ആണെങ്കിൽ നിങ്ങളുടെ ഡെപ്രിസിയേഷൻ നിങ്ങൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? WDV ബേസിസിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഏത് ബേസിസിലാണ്? WDV ബേസിസിലാണ് ഇത് കാൽക്കുലേറ്റ് ആവുന്നത്. ഇൻഡിവിജ്വൽ അസറ്റ് സിസ്റ്റം ആണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ SLM മെത്തേഡ് ആണ്. ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഏതാണ്? SLM മെത്തേഡ് ആണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ പവർ ജനറേറ്റിംഗ് യൂണിറ്റ്സിന് ഏതാണ് വരിക? SLM മെത്തേഡ് ആണ്. അഗെയിൻ മനസ്സിലാക്കൂ, ഇത് ഓപ്ഷൻ ആണ്. പവർ ജനറേറ്റിംഗ് യൂണിറ്റ് എങ്ങാനും പറയുകയാണെങ്കിൽ എനിക്ക് WDV മതി. ഓക്കെ, അപ്പൊ SLM is optional for power generating units. പക്ഷെ other than power generating units എല്ലാവർക്കും WDV മെത്തേഡ് ഫോളോ ചെയ്തേ പറ്റുള്ളൂ. ഇനി ഒരു ക്വസ്റ്റ്യൻ, ഡെപ്രിസിയേഷൻ ക്ലെയിം ചെയ്യണം എന്നുള്ളത് കമ്പൽസറി ആണോ? ഇറ്റ് ഈസ് കമ്പൽസറി. ഡെപ്രിസിയേഷൻ എന്താണ്? ക്ലെയിം ചെയ്യണം എന്നുള്ളത് കമ്പൽസറി ആണ്. നിങ്ങൾ പറയേണ്ടത് ഇല്ല, ഞാൻ ഓൾറെഡി P&L ഡെബിറ്റിൽ ഡെപ്രിസിയേഷൻ എഴുതിയിട്ടുണ്ട്, അത് മതി. അത് പറ്റില്ല. P&L ഡെബിറ്റിൽ എഴുതിയിരിക്കുന്ന ഡെപ്രിസിയേഷൻ ഇസ് ആസ് പെർ കമ്പനീസ് ആക്ടോ, അല്ലെങ്കിൽ അത് നിങ്ങൾ ഒരു എസ്റ്റിമേറ്റഡ് ബേസിസിൽ എടുത്ത ഡെപ്രിസിയേഷന്റെ റേറ്റ്സ് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ ഡെപ്രിസിയേഷൻ അലൗ ചെയ്യില്ല. ഇൻകം ടാക്സിൻ്റെതായിട്ടുള്ള ഡെപ്രിസിയേഷൻ ഉണ്ട്, അത് മാത്രമേ അലൗ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോ സപ്പോസ് എങ്ങാനും ഓൾറെഡി P&L ഡെബിറ്റിലെ ഡെപ്രിസിയേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫോർമാറ്റിൽ എന്താ ചെയ്യുക? P&L എഴുതിയിരിക്കുന്ന ഡെപ്രിസിയേഷനെ ആഡ് ബാക്ക് ചെയ്യുക. എന്നിട്ട് ഡെപ്രിസിയേഷൻ അഡ്ജസ്റ്റ്മെന്റ് തന്നിരിക്കുന്ന ഡേറ്റ അനുസരിച്ച് ഇൻകം ടാക്സിന്റെ ഡെപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് മൈനസ് ചെയ്യാം. ഓക്കെ, സോ P&L ഡെബിറ്റിൽ ഓൾറെഡി ഡെപ്രിസിയേഷൻ ഉണ്ടെങ്കിൽ അതിനെ ആഡ് ബാക്ക് ചെയ്തിട്ട് ഡെപ്രിസിയേഷൻ ആസ് പെർ ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് മൈനസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതാണ് നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം. മെത്തേഡ് ഓഫ് ഡെപ്രിസിയേഷൻ, ബ്ലോക്ക് ആണെങ്കിൽ WDV, ഇൻഡിവിജ്വൽ SLM മെത്തേഡ് ആണെങ്കിൽ അത് വെറും പവർ ജനറേറ്റിംഗ് യൂണിറ്റ്സിന് മാത്രമേ ഉള്ളൂ. ഇനി കാൽക്കുലേഷൻ ഓഫ് ഡെപ്രിസിയേഷൻ. ജനറലി നിങ്ങൾ ഡെപ്രിസിയേഷൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ പ്രീവിയസ് ഇയർ 1920
നിങ്ങൾ അസറ്റ് പർച്ചേസ് ചെയ്തത് 1/7/2019 ആണ്. 1st ജൂലൈനാണ് നിങ്ങൾ അസറ്റ് പർച്ചേസ് ചെയ്തത്. സപ്പോസ് അസറ്റിന്റെ ഡെപ്രിസിയേഷൻ റേറ്റ് 10% ആണ്, കോസ്റ്റ് 1 lakh ആണ്. അപ്പൊ ഡെപ്രിസിയേഷൻ നിങ്ങൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? 1 lakh into 10% into 9/12. ഇതാണ് നിങ്ങളുടെ ജനറലി അക്കൗണ്ട്സിൽ ചെയ്യുന്ന ഡെപ്രിസിയേഷൻ. പക്ഷെ ഇൻകം ടാക്സിൽ ഈ ഡെപ്രിസിയേഷൻ കാൽക്കുലേഷൻ അലൗഡ് അല്ല. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യണം? ഇൻ ടാക്സ് ഡെപ്രിസിയേഷൻ ഇസ് ഹാഫ് ഓഫ് ദി റേറ്റ് ഓർ ഫുൾ. ഹാഫ് ഓഫ് ദി റേറ്റിന്റെ ഹാഫ് അല്ലെങ്കിൽ ഫുൾ റേറ്റ്. ഓക്കെ, അപ്പൊ ഹാഫ് ഓഫ് ദി റേറ്റ് എങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പറഞ്ഞുതരാം. ഇഫ് അസറ്റ് ഇസ്, ശ്രദ്ധിച്ച് കേൾക്കണം, ഇഫ് അസറ്റ് ഇസ് പർച്ചേസ്ഡ് ഡ്യൂറിംഗ് പ്രീവിയസ് ഇയർ പ്ലസ് യൂസ്ഡ് for less than 180 days, then 50% or else 100%. ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കേട്ടോ. ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. പർച്ചേസ്ഡും ആയിരിക്കണം, യൂസ്ഡും ആയിരിക്കണം ഏത് പ്രീവിയസ് ഇയറിൽ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് 50% ഈ ഇപ്പോൾ ലെസ് ദാൻ 180 ഡേയ്സ് ആയിട്ട് കരുതിയിട്ട് 50% ഡെപ്രിസിയേഷൻ ആവുള്ളൂ. നെക്സ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് ബാലൻസ് 50%, നെക്സ്റ്റ് ഇയറിൽ 100% ആവുള്ളൂ. കാരണം ഏത് വർഷത്തിലാണോ പർച്ചേസ് ചെയ്തിട്ട് യൂസ് ചെയ്തത് ആ വർഷത്തിൽ 50% ഡെപ്രിസിയേഷൻ. എക്സാമ്പിൾ, സപ്പോസ് വിചാരിക്കൂ ഇത് പർച്ചേസ്, ഇതെന്താണ് നമ്മൾ പുട്ട് യൂസ് ചെയ്തത്, ഹൗ മച്ച് ഡെപ്രിസിയേഷൻ വി ക്യാൻ ക്ലെയിം. ഇങ്ങനെ ഞാനൊരു എക്സാമ്പിൾ ഉണ്ടാക്കിയിട്ട് ഞാൻ പർച്ചേസ് ചെയ്തത് അസറ്റ് ഞാൻ പർച്ചേസ് ചെയ്തു 1/4/2019, ഫസ്റ്റ് ഡേ ഓഫ് എന്റെ പ്രീവിയസ് ഇയർ. യൂസും അന്ന് തന്നെ ചെയ്തു. അപ്പോൾ ഫുൾ ഇയർ ഞാൻ അസറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഡെപ്രിസിയേഷൻ എത്ര വരിക? ഫുൾ ഡെപ്രിസിയേഷൻ കിട്ടും. ഓക്കെ, ഇനി അസറ്റ് പർച്ചേസ് ചെയ്തത് 1/4/2019. ഓക്കെ, ബട്ട് ഞാൻ അതിനെ യൂസ് ചെയ്തത് എപ്പോ തൊട്ടാ? 31st December 2019. അപ്പൊ ജാൻ ഫെബ് മാർച്ച് 3 മാസം. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ 3 3 90 ഡേയ്സ് ഞാൻ യൂസ് ചെയ്ത്, ഓൺ ആൻ ആവറേജ് 90 ഡേയ്സ്. അപ്പൊ ഞാൻ അത്രയും ഡീറ്റെയിലിൽ പോണില്ല, 90 to 92 ഡേയ്സ് ആണ്. അപ്പൊ എനിവേസ് അത് ലെസ് ദാൻ 180 ഡേയ്സ് ആണ്. അപ്പൊ 50% ഡെപ്രിസിയേഷൻ. മനസ്സിലായോ? ഇനി 1/4/2019 ഞാൻ പർച്ചേസ് ചെയ്തു. 31st March 2019 ആണ് ഞാൻ അതിനെ യൂസ് ചെയ്തത്. ഫസ്റ്റ് ഡേ, അതായത് ഫസ്റ്റ് ഡേ ഇവിടെ 20 ആണ് കേട്ടോ വരേണ്ടത്. ഷുഡ് ബി 20. ഫസ്റ്റ് ഏപ്രിൽ 2019 ഞാൻ പർച്ചേസ് ചെയ്തു. പുട്ട് യൂസ് ചെയ്തത് 31st March 2020 ഞാനത് പുട്ട് യൂസ് ചെയ്തത്. അതായത് ഒരു ദിവസമേ ഞാനത് യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഒരു ദിവസം എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 180 ഡേയ്സ്. അപ്പൊ എത്രയാവും? അത് ഹാഫ് ആവും. ഓക്കെ, നൗ ലിസൺ, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ പർച്ചേസ് ചെയ്തത് 25/3/2019. പർച്ചേസ് എപ്പോഴാണ് ചെയ്തത്? 25/3/2019. ഇഫ് യു ഒബ്സർവ് 2019 എന്ന് പറയുമ്പോൾ പ്രീവിയസ് ഇയർ 18-19 ആണ് വരുന്നത്. മാർച്ച് 2019 എന്ന് പറയുമ്പോൾ പ്രീവിയസ് ഇയർ 18-19. അപ്പൊ ഞാൻ പർച്ചേസ് ചെയ്തത് കഴിഞ്ഞ വർഷം, പുട്ടു യൂസ് ചെയ്തത് ഈ വർഷം. മനസ്സിലായോ? പുട്ടു യൂസ് ചെയ്തത് 31st December 2019. 31st December 2019 പറയുമ്പോൾ ജനുവരി ഫെബ്രുവരി മാർച്ച് 90 ഡേയ്സേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ എനിക്കിവിടെ ഫുൾ ഡെപ്രിസിയേഷൻ കിട്ടും. എന്താ കാരണം? ഇതിവിടെ പർച്ചേസ് ചെയ്തത് എപ്പോഴാണ്? ലാസ്റ്റ് ഇയർ ആണ്. പുട്ടു യൂസ് ചെയ്തത് എപ്പോഴാണ്? ഈ വർഷം 31st December. സോ പർച്ചേസ് ആൻഡ് പുട്ടു യൂസ്, it is less than 180 days, then only 50 half rate depreciation, otherwise full rate depreciation. മനസ്സിലായോ? അപ്പൊ പർച്ചേസും പുട്ടു യൂസും ലെസ് ദാൻ 180 ഡേയ്സ് ആണെങ്കിൽ മാത്രമേ ഹാഫ് റേറ്റ് ഓഫ് ഡെപ്രിസിയേഷൻ ഉള്ളൂ. ഇവിടെ നല്ലോണം ഫോക്കസ് ചെയ്യണം കേട്ടോ ഈ ഏരിയയിൽ. ഈ എക്സാമ്പിൾ പിന്നെയും നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് നോക്കൂ. നല്ലോണം അനലൈസ് ചെയ്തിട്ട് വേണം എക്സാമ്പിൾസ് കൊണ്ടുപോകാൻ. കാരണം ഇവിടെ ഞാൻ വെറൈറ്റി ഓഫ് എക്സാമ്പിൾസ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ എക്സാമ്പിൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും, എത്ര പുതിയ സംഭവം വന്നാലും. അപ്പോ പർച്ചേസ് ആൻഡ് പുട്ട് to use is less than 180 days, then only half rate depreciation, otherwise full rate depreciation. മനസ്സിലായോ? ഇനി ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്, though asset is purchased plus put to use less than 180 days, then also full depreciation. കാരണം എന്താ? ഇത് ലാസ്റ്റ് ഇയറിലാണ് പർച്ചേസ് ചെയ്തത്. പർച്ചേസും പുട്ട് ടു യൂസും ലെസ് ദാൻ 180 ഡേയ്സ് ആണെങ്കിൽ മാത്രമേ 50% റേറ്റ് വരുള്ളൂ. ഓക്കെ, അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഡെപ്രിസിയേഷന്റെ റേറ്റ്സിന്റെ ഒരു വർക്കിംഗ് നമ്മൾ നോക്കിയത്. ഇനി നമുക്ക് നോക്കാം ഈ ബ്ലോക്ക് വൈസ് ഫോർമാറ്റ് എന്താണെന്നുള്ളത്. ബ്ലോക്ക് ഓഫ് അസറ്റിന്റെ ഫോർമാറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. One second.
ബ്ലോക്ക് വൈസ് ഫോർമാറ്റ് എന്താന്ന് പറയാം. നമ്പർ ഓഫ് അസെറ്റ്, വാല്യൂ ഓഫ് അസെറ്റ്. ഓക്കെ, ഓപ്പണിംഗ് WDV പ്ലസ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് അസെറ്റ്സ് അക്വയർഡ് ഡ്യൂറിംഗ് ദ ഇയർ. ഇതിനെ നമ്മൾ രണ്ടായിട്ട് ബൈഫർക്കേറ്റ് ചെയ്യുന്നുണ്ട്. ലെസ് ദാൻ 180 ഡേയ്സ് ഹാഫ് ഡെപ്രിസിയേഷൻ, അതേഴ്സ് full depreciation. Okay, actual cost of assets acquired during the year and put to use ആയിരിക്കണേ. Less than 180 days ആണെങ്കിൽ half, others ആണെങ്കിൽ full. ഓക്കെ, ഇതിനകത്ത് എനിക്ക് ഒരു കാര്യം കൂടെ പറയണ്ടേ, അത് ഞാൻ ഫോർമാറ്റിൽ ആഡ് ചെയ്തിട്ടില്ല. എന്താ വെച്ചാൽ, ഇഫ് അസെറ്റ് ഇസ് അക്വയർഡ് ബട്ട് നോട്ട് പുട്ട് ടു യൂസ്, asset is acquired but not put to use ആണെങ്കിൽ കൂടിയിട്ടും ബ്ലോക്കിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും, പക്ഷെ ഡെപ്രിസിയേഷൻ അതിന്റെ മുകളിൽ കാൽക്കുലേറ്റ് ചെയ്യില്ല. മനസ്സിലായോ? സോ നമുക്ക് ബ്ലോക്ക്, ടോട്ടൽ ബ്ലോക്ക് വേണമെങ്കിൽ നമ്മൾ ലെസ് ദാൻ 180 ഡേയ്സും ഫുൾ ആണെങ്കിൽ അതും പുട്ട് ടു യൂസ് അല്ലെങ്കിൽ കൂടിയിട്ടും നമ്മൾ ആ അസെറ്റ്സിന് എന്ത് ചെയ്യും, ഇൻക്ലൂഡ് ചെയ്യും, ബ്ലോക്കിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും. പക്ഷെ നോട്ട് പുട്ട് ടു യൂസ് അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് എന്ത് ചെയ്യില്ല, ഡെപ്രിസിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യില്ല. ഈ പോയിന്റ് ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി. ജനറലി നമ്മൾ ഇങ്ങനത്തെയാണ് സംസ് വരുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ഫോർമാറ്റ് എടുത്തത്. അത് ഇവിടെ വരും. ഇഫ് ഈവൻ ദോ ഇറ്റ് ഇസ് നോട്ട് പുട്ട് ടു യൂസ്, ദെൻ ഓൾസോ ബ്ലോക്കിനകത്ത് കവർ ചെയ്യണം, പക്ഷെ ഡെപ്രിസിയേഷൻ അതിന്റെ മുകളിൽ കാൽക്കുലേറ്റ് ചെയ്യരുത്. ഓപ്പൺ WDV പ്ലസ് add actual cost of assets acquired during the year. Less than 180 ആണെങ്കിൽ half, others ആണെങ്കിൽ full. Less money payable with respect to any asset falling within block which is sold, destroyed, discarded. Sold, destroyed, discarded during previous year. അതായത് എന്തെങ്കിലും അസറ്റ് വിറ്റിട്ടുണ്ടെങ്കിൽ വിറ്റിട്ടുള്ള പൈസ, അതായത് സെയിൽ ചെയ്തിട്ടുള്ള വരുന്ന പൈസ എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. അപ്പൊ ഓപ്പണിംഗ് അതിനകത്ത് ആഡ് ആക്ച്വൽ കോസ്റ്റ് less money payable with respect to any asset falling within block which is sold, discarded or destroyed during previous year. ബാലൻസ് നമുക്ക് കിട്ടും. ആ ബാലൻസിന്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യും, ഡെപ്രിസിയേഷൻ ആക്ച്വലി അലൗഡ്, ഡെപ്രിസിയേഷൻ ആക്ച്വലി അലൗഡ് അത് ബാക്കി വരുന്നതാണ് നമ്മൾ ക്ലോസിംഗ് WDV ആഫ്റ്റർ ഡെപ്രിസിയേഷൻ. ഒന്നുകൂടെ ഫോർമാറ്റ് നമുക്ക് റിവൈസ് ചെയ്യാം. ഓപ്പണിംഗ് WDV ആഡ് ആക്ച്വൽ കോസ്റ്റ്, അതിനകത്ത് രണ്ടെണ്ണം ഉണ്ട്. ലെസ് ദാൻ 180 ആണെങ്കിൽ ഹാഫ് റേറ്റ്, അതർ കേസസിന് 100% ഡെപ്രിസിയേഷൻ. ലെസ് അതിൽ നിന്ന് നമ്മൾ മൈനസ് ചെയ്യും, സെയിൽ ചെയ്തിട്ടോ ഡിസ്ട്രോയ് ചെയ്തിട്ടോ എന്തെങ്കിലും പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, നമ്മൾ മൈനസ് ചെയ്യും. ബാലൻസ് നമുക്ക് കിട്ടും. ആ ബാലൻസിന്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യും, ഡെപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് മൈനസ് ചെയ്തിട്ട് ക്ലോസിംഗ് WDV ആഫ്റ്റർ ഡെപ്രിസിയേഷൻ നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഞാൻ ഒരു ടോട്ടൽ 5 എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. ഈ 5 എക്സാമ്പിള് കാരണം ഞാനൊരു പ്രത്യേക ഷീറ്റിന് എടുക്കുന്നില്ല, അല്ലെങ്കിൽ അത് ICAയുടെ ഷീറ്റിന് എടുക്കേണ്ടി വരും, CMAക്കാർക്ക് ആവില്ല. അപ്പൊ അത് കാരണം എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള 5 എക്സാമ്പിൾസ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ 5 എക്സാമ്പിൾ നിങ്ങൾ പ്രത്യേകം നോക്കിക്കഴിഞ്ഞാൽ ഏത് സംബന്ധം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എന്റെ വിശ്വാസം. ഓക്കെ, അപ്പോ ഇതെല്ലാവരും എഴുതിക്കൊണ്ട് സ്വന്തമായിട്ട് സോൾവ് ചെയ്യാൻ നോക്കൂട്ടോ. ഓക്കെ, എക്സാമ്പിൾ ഫസ്റ്റ് വൺ, വെരി സിമ്പിൾ. ഇത് നമ്പേഴ്സ്, ഇത് വാല്യൂ. നമ്പർ ഓഫ് അസെറ്റ്, ഇത് വാല്യൂ. ബ്ലോക്ക് ഓഫ് അസെറ്റ് ആണ്, ഇത് നമ്പർ, ഇത് വാല്യൂ. ഓപ്പണിംഗ് WDV എത്ര അസെറ്റ് ഉണ്ട്, 5000 അസെറ്റ്സ് ഉണ്ട്. അതിന്റെ വാല്യൂ എത്രയാണ്, 60 lakh. അഡീഷൻസ്, ലെസ് ദാൻ 180 ഡേയ്സ് പ്ലസ് പുട്ട് ടു യൂസ് എത്രയാണ്, 3000. വാല്യൂ എത്രയാണ് അതിന്റെ, 10 lakhs. ആലോചിച്ച് വെക്കാം, ആലോചിക്കാം. അതേഴ്സ് എത്രയാണ്, 2000. വാല്യൂ എത്രയാണ്, 10 lakhs. സോൾഡ് ഡ്യൂറിംഗ് പ്രീവിയസ് ഇയർ ഒന്നും വിറ്റിട്ടില്ല, ഒന്നും നില്ലാണ്. അപ്പൊ ബാക്കി എത്രയാണ്, 5 + 3 8 + 2 10. 10,000 നമ്പർ ഓഫ് അസെറ്റ്സ് ഉണ്ട്. അതിന്റെ വാല്യൂ എത്ര വരുന്നത്, 80 lakh. ഓക്കെ, അപ്പൊ ദിസ് ഇസ് വെരി സിമ്പിൾ. സെയിൽ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോ ലെസ് ദാൻ 180 ഡേയ്സ് പർച്ചേസ് എത്രയാണ്, യു പർച്ചേസ് ഡ്യൂറിംഗ് ദ ഇയർ ആൻഡ് പുട്ട് ടു യൂസ് ഫോർ ലെസ് ദാൻ 180 ഡേയ്സ് ആണെങ്കിൽ ഇതിന്റെ മുകളിൽ എത്ര റേറ്റ് ആണ് വരിക, ഹാഫ് റേറ്റ് ആണ് വരിക. ഫോർ എക്സാമ്പിൾ നമ്മൾ പ്ലാന്റ് ആൻഡ് മെഷീനറി ആണ്. പ്ലാന്റ് ആൻഡ് മെഷീനറി ജനറൽ റേറ്റ് എടുക്കാം 15%. അപ്പൊ ഞാനിവിടെ ഹെഡിംഗ് എഴുതി വെക്കാം, പ്ലാന്റ് ആൻഡ് മെഷീനറി ജനറൽ 15%. സോറി കേട്ടോ, എൻ്റെ കയ്യില് ഈ XP പെന്നും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. അപ്പൊ അത് കാരണമാണ് എനിക്കിങ്ങനെ പണി ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, 15% ആണ് ജനറൽ. പ്ലാന്റ് ആൻഡ് മെഷീനറി 15% ആണ്. അപ്പൊ ഈ 10 lakhsന്റെ മുകളിൽ എത്ര റേറ്റ് ആ വരിക, ഹാഫ് റേറ്റ്. അപ്പൊ 10 lakhs into 15% into 50%. കാരണം ഇത് പർച്ചേസ് ആൻഡ് പുട്ട് ടു യൂസ് ലെസ് ദാൻ 180 ഡേയ്സ്. അപ്പൊ ഇതിന്റെ മുകളിൽ ഹാഫ് ഡെപ്രിസിയേഷൻ വരും.
ഓക്കെ, ബാലൻസ് എത്രയുള്ളത്? 60 പ്ലസ് 10 lakhs എത്ര? 70 lakhs. 70 lakhsന്റെ മുകളിൽ 15% ഫുൾ ഡെപ്രിസിയേഷൻ. എമൗണ്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാം. എമൗണ്ട് കാൽസി ഉണ്ടെങ്കിൽ ആർക്കും ചെയ്യാൻ പറ്റും. ബട്ട് ഇതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. മനസ്സിലായോ? അപ്പൊ ഓപ്പണിംഗ് WDV ഫുൾ ഉണ്ടാവും, അതേഴ്സിന്റെ മുകളിൽ ഫുൾ ഡെപ്രിസിയേഷൻ, ഇതിന്റെ മുകളിൽ 50% ഡെപ്രിസിയേഷൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ എടുക്കാം. ഇവിടെ സെയിൽ ഉണ്ട്. എല്ലാ എക്സാമ്പിളും ഒന്ന് ശ്രദ്ധിച്ചോളേ. ഓപ്പണിംഗ് WDV എത്രയുണ്ട്? എൻ്റെ ഓൾറെഡി ഉണ്ട് എത്ര? 5000. ഓക്കെ, അതിന്റെ വാല്യൂ എത്രയാണ്? 60 lakhs. അഡീഷൻസ് പർച്ചേസ് ഡ്യൂറിംഗ് ദ ഇയർ ആൻഡ് പുട്ട് ടു യൂസ് ഫോർ ലെസ് ദാൻ 180 days എത്രയാണ്? 3000. ഇത് 10 lakhs. മനസ്സിലാക്കുക, 3000 10 lakhs ലെസ് ദാൻ 180 days പർച്ചേസ് ആൻഡ് പുട്ട് ടു യൂസ് ഇൻ ദ പ്രീവിയസ് ഇയർ ആണെങ്കിൽ എത്ര പെർസെന്റ്? 50% ഡെപ്രിസിയേഷൻ. അപ്പൊ ഓർത്ത് വെക്കുക, ഇതിന്റെ ഉള്ളിൽ 50% ഡെപ്രിസിയേഷൻ. അതേഴ്സ് വേറെ അസറ്റ്സ് ഒന്നും പർച്ചേസ് ചെയ്തിട്ടില്ല. അപ്പൊ ഓപ്പണിംഗും ലെസ് ദാൻ 180 മാത്രമേ നമ്മുടെ കയ്യിൽ ഉള്ളൂ. അപ്പൊ ഫുൾ ഡെപ്രിസിയേഷൻ അത് നമ്മുടെ കയ്യിലില്ല. അതേഴ്സ് ഇല്ല കേട്ടോ, ഒന്നുമില്ല. ലെസ് സോൾഡ് ഡ്യൂറിംഗ് മൈനസിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. എത്രയാണ്? എന്റെ കയ്യിൽ എത്ര ഉണ്ടായിരുന്നു? 5000. പുതിയതായിട്ട് എത്ര പർച്ചേസ് ചെയ്തു? 3000. ടോട്ടൽ എത്ര ഉണ്ട് ഇപ്പൊ? 8000. 8000 അസറ്റ്സിൽ നിന്ന് 3000 ഞാൻ എന്ത് ചെയ്തു? സെയിൽ ചെയ്തു. അതിന്റെ വാല്യൂ എത്രയാണ്? 12 lakhs. ഓക്കെ, 12 lakhs ആണ്. അപ്പോ ഇപ്പൊ ബാലൻസ് എന്റെ കയ്യിൽ എത്രയുണ്ട്? 5 lakh. ഇവിടെ എത്രയുണ്ട്? 58 lakh. മനസ്സിലായോ? ഇനി ഈ 12 lakh നമ്മളിപ്പോ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഈ 3 lakhs ദിസ് ഇസ് ബ്ലോക്ക് ഓഫ് അസറ്റ്. ഞാൻ ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്ലോക്ക് ഓഫ് അസറ്റ് വരുമ്പോൾ ഇൻഡിവിജ്വൽ അസറ്റ്സിന്റെ ഐഡന്റിറ്റി ലോസ്റ്റ് ആവാണ്. ബ്ലോക്ക് ഓഫ് അസറ്റ് വരുമ്പോൾ ഇൻഡിവിജ്വൽ അസറ്റിന്റെ എന്താണ്? ഐഡന്റിറ്റി ലോസ്റ്റ് ആവാണ്. അപ്പോ ഞാൻ ഈ വിറ്റ് 12 lakhs അല്ലെങ്കിൽ ഞാൻ ഈ 3000 അസറ്റ്സ് ഞാൻ വിറ്റു, വാല്യൂ അതിന്റെ 12 lakhs. ഈ 3000 എവിടുന്ന വിറ്റ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുമോ? നമുക്ക് മനസ്സിലാവില്ല. കാരണം എന്താണ്? നമുക്ക് ഇൻഡിവിജ്വൽ അസറ്റ്സ് ഇല്ല. അപ്പൊ ഇത് കുറെ അസറ്റ്സ് ഉണ്ട്, കുറെ പേനകളുണ്ട് എന്റെ കയ്യിൽ. ഇപ്പൊ സപ്പോസ് എന്റെ കയ്യിൽ കുറെ പേനകളുണ്ട്, അതിന് ഞാൻ ബ്ലോക്ക് ആക്കി. ബ്ലോക്ക് ഓഫ് അസറ്റ് എന്ന് പറയുമ്പോൾ എന്താ? ഇൻഡിവിജ്വൽ അസറ്റ്സിന്റെ ഐഡന്റിറ്റി ലോസ്റ്റ് ആവുകയാണ്. അപ്പോ നമുക്ക് ഇവിടെ എക്സാക്ട്ലി പറയാൻ പറ്റില്ല 3000 ഏത് അസറ്റ് ആണ്, ഏത് 3000 അസറ്റ്സ് ആണ് നമ്മൾ വിറ്റ് എന്നുള്ളത്. കാരണം അങ്ങനെ എങ്ങാനും 3000 അസറ്റ്സ് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയെങ്കിൽ പിന്നെ ബ്ലോക്ക് ഓഫ് അസറ്റിന്റെ കോൺസെപ്റ്റ് വരേണ്ട ആവശ്യമില്ലല്ലോ. അത് ഇൻഡിവിജ്വൽ അസറ്റ് ആയി പോലെ. അത് ചെയ്യാൻ പറ്റാത്ത കാരണമല്ലേ നമ്മൾ ബ്ലോക്ക് ഓഫ് അസറ്റ് മെത്തേഡ് യൂസ് ചെയ്യാൻ പറയുന്നത്. അപ്പോ ഇവിടെ എന്താണ് ഗവൺമെന്റ് പറയുന്നത്? ഈ സെയിൽ ചെയ്തത് നിങ്ങൾ അസ്യൂം ചെയ്യുക ഇറ്റ് ഈസ് ഓൺ ഫിഫോ ഓൺ വാല്യൂ. ഫിഫോ ഓൺ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഈ 12 ലക്ഷം, ഡോണ്ട് തിങ്ക് അബൌട്ട് ദിസ്, 3000 കുറിച്ച് മറന്നേക്കും. ഓൺ ദി ലാസ്റ്റ് ഡേ, ഇഫ് ഓൺ ദ ലാസ്റ്റ് ഡേ, ഇത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഫിഫോ വാല്യൂ ആണ് എടുക്കേണ്ടത്. ഫിഫോ വാല്യൂ എന്ന് പറയുമ്പോൾ എന്താ? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയുമ്പോൾ എന്താ? 60 lakhsന്റെ ഉള്ളിൽ നിന്ന് ആദ്യത്തെ 12 lakhs പോകും. മനസ്സിലായോ? 60 lakhsന്റെ ഉള്ളിൽ ആദ്യത്തെ 12 lakhs പോകും. ആദ്യത്തെ 12 lakhs പോകുമ്പോൾ ബാക്കി എത്ര വരുന്നത്? 48 lakhs. അപ്പൊ 48 lakhsന്റെ മുകളിൽ 15% 100% ഡെപ്രിസിയേഷൻ. ഈ 10 lakhsന്റെ മുകളിൽ 50% ഡെപ്രിസിയേഷൻ. മനസ്സിലായോ? സോ 10 lakhsന്റെ മുകളിൽ 15% into 50%. 48 lakhsന്റെ മുകളിൽ 48 lakhsന് വന്ന് 60 lakhs മൈനസ് 12 lakh. നമ്മൾ ഏതാ ഫോളോ ചെയ്യുക? ഫിഫോ മെത്തേഡ് ആണ് ഫോളോ ചെയ്യുക. ഫിഫോ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയുമ്പോൾ ഇതാണ് ഫസ്റ്റ് 60 lakhs നിന്നാണ് 12 lakhs പോവുക. ബാക്കി എത്രയാണ് വരുന്നത്? 48 lakhs. 48 lakhsന് മുകളിൽ 15% 100% ഡെപ്രിസിയേഷൻ. ഓക്കെ, ഇനി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുന്ന ആൾക്കാരെ പ്ലീസ് ശ്രദ്ധിക്കൂ, നോർമൽ മോഡിൽ എത്തിക്കാം. ഡെപ്രിസിയേഷൻ എപ്പോഴാണ് വരുന്നത്? അതായത് ഇഫ് ഓൺ 31st ലാസ്റ്റ് ഡേ എന്ന് പറയുമ്പോൾ ഏതാണ് ലാസ്റ്റ് ഡേ? 31st മാർച്ചിന്റെ ദിവസം നിങ്ങളുടെ ബാലൻസ് സെയിൽ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഈ ബാലൻസ് ഉണ്ടല്ലോ, ഇത് പോസിറ്റീവ് ആണെങ്കിൽ, അതായത് ഇതും നമ്പേഴ്സും വാല്യൂസും രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ ഡെപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എന്താ ഞാൻ പറഞ്ഞത്?
ഓൺ 31st, ഞാൻ പിന്നെ പറയാം, ഒന്നും കൂടെ ശ്രദ്ധിച്ചോളൂ. ഓൺ ലാസ്റ്റ് ഡേ, ഓൺ ദി ലാസ്റ്റ് ഡേ, ദാറ്റ് ഇസ് 31st മാർച്ചിന്റെ അന്ന് നിങ്ങളുടെ ഇത് ബാലൻസ് അതായത് ഓപ്പണിംഗ് പ്ലസ് അഡീഷൻസ് ലെസ് ക്ലോസിംഗ്, നിങ്ങളുടെ കയ്യിലുള്ള ബാലൻസ് അസറ്റ്സ് രണ്ടും പോസിറ്റീവ് ആണ്, എമൗണ്ടും പോസിറ്റീവ് ആണ്, നമ്പേഴ്സും പോസിറ്റീവ് ആണെങ്കിൽ ഡെപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഡെപ്രിസിയേഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. എന്താ കാരണം? സപ്പോസ് ലോജിക് ആണ്, 5,000 ഒന്നും ബാക്കിയില്ല, അതായത് 5,000 പ്ലസ് 3,000 എത്രയാണ്? 8,000 അസറ്റ്സ് എൻ്റെ കയ്യിലുണ്ട്. ഫുൾ 8,000 വിറ്റ് കഴിഞ്ഞു. ഡെപ്രിസിയേഷൻ എന്തിന്റെ മുകളിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? മനസ്സിലായില്ലേ? അപ്പോ നെല്ലോ നെഗറ്റീവോ ആകാൻ പാടില്ല. നെല്ലോ നെഗറ്റീവോ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡെപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഡെപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ ഓക്കെ അപ്പൊ ഞാൻ എന്താ പറയുന്നത്? ഓൺ ലാസ്റ്റ് ഡേ നിങ്ങൾ എപ്പോഴാണ് ഡെപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഓപ്പണിംഗ് WDV ആൻഡ് അഡീഷൻസ് ലെസ് സെയിൽ ചെയ്തിട്ട് ബാക്കി വരുന്ന നമ്പേഴ്സും വാല്യൂ രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ ഡെപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ആദ്യം മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾ ഫിഫോ ആലോചിച്ചാൽ മതി. സോ ഞാൻ പിന്നെയും പറയാം, നമ്പറും വാല്യൂം ലാസ്റ്റ് ഡേ ഓൺ 31st മാർച്ചിന്റെ ദിവസം നിങ്ങളുടെ രണ്ട് നമ്പറും വാല്യൂം രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ എന്ത് വരുള്ളൂ? ഡെപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ആവുള്ളൂ. ഡെപ്രിസിയേഷൻ എന്തിന്റെ മുകളിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഫിഫോ ഓൺ വാല്യൂയുടെ ബേസിസിൽ. ഓക്കെ, ഇനി ഒരു എക്സാമ്പിളും കൂടെ തരാം ഞാൻ. സെക്കൻഡ് എക്സാമ്പിൾ, തേർഡ് എക്സാമ്പിൾ. ഓപ്പണിംഗ് WDV ഓൾറെഡി എന്റെ കയ്യിൽ 10,000 അസറ്റ്സ് ഉണ്ട്, അതിന്റെ വാല്യൂ 12 lakh. അഡീഷൻ ലെസ് ദാൻ 180 ഡേയ്സ് പ്ലസ് പുട്ട് ടു യൂസ് എത്രയാണ്? 3,000. ഇത് 10 lakhs. അത് വെച്ച് ചോദിക്കാം, ഇതെന്തായിരിക്കും? നമ്മുടെ 50% ഡെപ്രിസിയേഷൻ ആയിരിക്കും. എത്രയായിരിക്കും? 50% ഡെപ്രിസിയേഷൻ. അതേഴ്സ് ഒന്നുമില്ല, നിൽ. ലെസ് സോൾഡ്, ഈ ഇയറിൽ എത്ര സെയിൽ ചെയ്തത്? 13,000 സെയിൽ ചെയ്തു. ഓക്കെ, അതിന്റെ വാല്യൂ എത്രയാണ്? 30 lakhs. ഓക്കെ, ഇത് നോക്കണ്ട കേട്ടോ, ഈ റെഡ് ഇപ്പൊ നോക്കണ്ട. ഇതിന് പകരം ഈ എമൗണ്ട് ആയിരുന്നെങ്കിൽ എന്തായിരുന്നു ഡിഫറൻസ്? ഇതിന് പകരം ഇതായിരുന്നെങ്കിൽ എന്തായിരുന്നു എമൗണ്ടിന്റെ ഡിഫറൻസ്? അതാണ് പറയുന്നത്. അപ്പൊ ഒരു സമ്മറി തന്നെ രണ്ട് ടൈപ്പിൽ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോ ഓൾറെഡി എന്റെ കയ്യിൽ എത്ര അസറ്റ്സ് ഉണ്ട്? 10 lakhs. അതിന്റെ വാല്യൂ എത്രയാ? 12 lakhs. ലെസ് ദാൻ 180 ഡേയ്സിന്റെ എത്രയാണ് അസറ്റ്? 3,000. ഓക്കെ, വാല്യൂ എത്രയാണ്? 10 lakhs. അപ്പൊ ടോട്ടൽ എന്റെ കയ്യിൽ അസറ്റ് എത്രയായി? 10 + 3 13,000. 13,000 അസറ്റില് ഫുൾ അസറ്റ് ഞാൻ എന്ത് ചെയ്തു? സെയിൽ ചെയ്തു. അതിന് എത്രയ്ക്ക് സെയിൽ ചെയ്തു? ഞാൻ 30 lakhsന് ഞാൻ സെയിൽ ചെയ്തു. ഓക്കെ, ഇപ്പൊ എന്റെ കയ്യിൽ അസറ്റ് ബാക്കിയുണ്ടോ? ഇല്ല. 13,000 അസറ്റ്സ് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ആ 13,000 അസറ്റ് ഞാൻ എന്ത് ചെയ്തു? സെയിൽ ചെയ്തു. അപ്പൊ എന്റെ കയ്യിൽ ഒന്നും ബാക്കിയില്ല. അപ്പൊ ഡെപ്രിസിയേഷൻ എടുക്കാൻ പറ്റുമോ? ഇല്ല, ഡെപ്രിസിയേഷൻ എടുക്കാൻ പറ്റില്ല. ഞാൻ എന്താ പറഞ്ഞത്? നമ്പറും വാല്യൂം രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ ഡെപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഏതെങ്കിലും ഒന്ന് നെല്ലോ നെഗറ്റീവോ ആണെങ്കിൽ നമുക്ക് ഡെപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ആ സമയത്താണ് നമ്മുടെ ക്യാപിറ്റൽ ഗെയിനിന്റെ കോൺസെപ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ 10,000 12 lakhsന്, 3,000 10 lakhsന്. അപ്പൊ ഇവിടെ ടോട്ടൽ എത്രയായി? 22 lakhന്റെ അസറ്റ് എത്രയ്ക്കാണ് ഞാൻ വിറ്റത്? 30 lakhsനാണ് ഞാൻ വിറ്റത്. അപ്പൊ അവിടെ നമുക്ക് ഡെപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇവിടെ നമ്പേഴ്സ് എന്തായി കഴിഞ്ഞു? നില്ലായി കഴിഞ്ഞു. അപ്പോ ഇത് 22 lakhs മൈനസ് 30 lakh, 8 lakh നെഗറ്റീവ് ആണ്. അതായത് 8 lakh നമുക്ക് പ്രോഫിറ്റ് ഉണ്ടായി. മനസ്സിലായോ? ഇത് 12 lakh plus 10 lakh 22 lakhsന്റെ അസറ്റിനെ ഞാൻ 30 lakhsന് വിറ്റപ്പോ എനിക്ക് 8 ലക്ഷം പ്രോഫിറ്റ് ആയി. അപ്പൊ ഇവിടെ -8 lakhs ആണ്. 22 - 30 ചെയ്തപ്പോ -8. പക്ഷെ ഞാനിവിടെ -8 അങ്ങനെ എക്സാമിൽ എഴുതി വരാൻ പാടില്ല, നെല്ലെന്ന് എഴുതണം. ഇത് ഞാൻ നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് മാത്രമാണ് 8 lakhs നെഗറ്റീവ് എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ നെല്ലാക്കണം. അപ്പൊ ഇവിടെ എന്തിന്റെ കോൺസെപ്റ്റാ വരുന്നത്? ക്യാപിറ്റൽ ഗെയിനിന്റെ കോൺസെപ്റ്റാണ് വരുന്നത്. സോ നൗ there is a concept of capital gain. ഫുൾ വാല്യൂ ഓഫ് സെയിൽ കൺസിഡറേഷൻ ഞാൻ എത്രയ്ക്കാണ് വിറ്റത്? 30 lakhsന് ഞാൻ വിറ്റു. അതിന്റെ കോസ്റ്റ് എത്രയാണ്? 22 lakhs. അപ്പൊ എനിക്ക് ക്യാപിറ്റൽ ഗെയിൻ എത്ര ഉണ്ടായി? 8 lakhsന്റെ ക്യാപിറ്റൽ ഗെയിൻ. മനസ്സിലായോ? ഇനി ഓൾവേസ് ഓർക്കുക, ക്യാപിറ്റൽ ഗെയിനിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഡെപ്രിഷിയബിൾ അസറ്റ്സ് എപ്പോഴും ഷോർട്ട് ടേം ആയിരിക്കും. ഡെപ്രിഷിയബിൾ അസറ്റ്സ് എപ്പോഴും എന്തായിരിക്കും? ഷോർട്ട് ടേം ആയിരിക്കും. അതായത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനോ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസോ ആവുള്ളൂ.
depreciable assets. So this will be always short term. ഇപ്പൊ ഇതെന്തായി ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയി. ഓക്കെ, ഇനി സെയിം ക്വസ്റ്റ്യൻ. എന്റെ കയ്യിൽ ഓൾറെഡി 10,000 അസറ്റ്സ് ഉണ്ട്, 12 lakh വാല്യൂ. അഡീഷൻ ചെയ്തു ഞാൻ 3,000 വാല്യൂ എത്രയാ 10 lakhs. ഓക്കെ, പക്ഷെ ഞാൻ അതിനെ വിറ്റത് 15 ലക്ഷത്തിന്. ഇത് എത്രയുടെ കോസ്റ്റ് ആണ്? കോസ്റ്റ് എത്രയാണ്? 22 lakhs. വിറ്റത് എത്രയ്ക്കാണ്? 15 ലക്ഷം. ഓക്കെ, അപ്പൊ 7 lakhsന്റെ ഡിഫറൻസ് വന്നു. അഗെയിൻ ഇവിടെ നില്ലാണ്, മനസ്സിലായോ? ഇവിടെ നിൽ ആണ്, ഇവിടെ പോസിറ്റീവ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എന്താ പറഞ്ഞ, നമ്പറും വാല്യൂം രണ്ടും പോസിറ്റീവ് ആണ്. ഏതെങ്കിലും ഒന്ന് നില്ലോ നെഗറ്റീവോ ആണെങ്കിൽ ഡെപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തില്ല. അപ്പൊ ഇവിടെ നിൽ 7 lakhs. ഓക്കെ, അപ്പൊ വരുമ്പോ എന്താ വരിക? ക്യാപിറ്റൽ ഗെയിനിന്റെ കോൺസെപ്റ്റ് വരും. ഇനി ഫുൾ വാല്യൂ ഓഫ് സെയിൽ കൺസിഡറേഷൻ എത്രയാ? 15 lakhs. കോസ്റ്റ് എത്രയാ? 22 lakhs. 15 minus 22 എത്ര വരണേ? 7 lakhsന്റെ ക്യാപിറ്റൽ ലോസ് ആണ് വരുന്നത്. അപ്പൊ ഡെപ്രിഷിയബിൾ അസറ്റ് എപ്പോഴും എന്തായിരിക്കും? ഷോർട്ട് ടേം. അപ്പൊ ഇവിടെ 7 lakhsന്റെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ആണ്. മനസ്സിലായോ? അപ്പൊ ഇത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നില്ല. പിന്നെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ കുറച്ച് പിന്നിലേക്ക് ചെയ്തിട്ട് സ്ലോലി ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, അപ്പോ 10,000, 12 lakh, 3 lakh, 3,000, 10 lakhs. ടോട്ടൽ കോസ്റ്റ് ആയി 22 lakh. രണ്ട് എക്സാമ്പിൾ ആണ്. ഒന്ന് 30 lakhsനാണ് വിറ്റേച്ചാൽ 8 lakhsന്റെ ഗെയിൻ വരും. 15 lakhsനാണ് വിറ്റേച്ചാൽ 7 lakhsന്റെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് വരും. ഓക്കെ, അപ്പൊ ഇവിടെ ഡെപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി ഞാൻ ഇതിന്റെ ഒരു സമ്മറി ഉണ്ടാക്കിയിട്ടുണ്ട്. സമ്മറി എന്താ ഞാൻ പറയാം. നമ്പർ വാല്യൂ, ഇതൊരു ഷോർട്ട് സമ്മറി ആയി. ഇത് ചിലപ്പോൾ നിങ്ങൾ വായിച്ചു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ലാസ്റ്റ് മൊമെന്റിൽ ലോജിക് ഒന്നും ആലോചിക്കാൻ സമയം ഉണ്ടാവില്ല. അപ്പൊ ഇത് പെട്ടെന്ന് നമുക്ക് നോക്കിപ്പോകും. നമ്പർ നില്ലാണ്, വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ ക്യാപിറ്റൽ ലോസ്. നമ്മളിവിടെ കണ്ടില്ലേ, വാല്യൂ വാല്യൂ പോസിറ്റീവ് 7 lakhs വന്നു. അപ്പൊ എനിക്ക് ഇവിടെ എന്താ വന്നത്? 7 lakhന്റെ ക്യാപിറ്റൽ ലോസ് വന്നു. മനസ്സിലായില്ലേ? അപ്പൊ ഇനി നമ്പർ നില്ല് പോസിറ്റീവ് ആണെങ്കിൽ ക്യാപിറ്റൽ ലോസ്, നമ്പർ നില്ല് വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ. ഇപ്പൊ ഇതാ നമ്പർ നമ്പർ നില്ല്. ഓക്കെ, വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ, വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ്. മനസ്സിലായോ? ഇനി അടുത്തത് നമ്പർ പോസിറ്റീവ് ആണ് പക്ഷെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ. മനസ്സിലായില്ലേ? ഇത് തന്നെയാണ് ഇവിടുത്തെ സെയിം കോൺസെപ്റ്റ് ആണ്. നമ്പർ പോസിറ്റീവും വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ ഡെപ്രിസിയേഷൻ, രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ ഡെപ്രിസിയേഷൻ. ഇത് പോസിറ്റീവ് ഇത് നെഗറ്റീവ് ആണെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ, ഇത് നെല്ല് പോസിറ്റീവ് ആണെങ്കിൽ ക്യാപിറ്റൽ ലോസ്, നെൽ നെഗറ്റീവ് ആണെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ. ഇതിന്റെ ഒരു സമ്മുണ്ട്, അത് ഞാൻ ഇപ്പൊ ചെയ്യിപ്പിക്കാം. അത് ഞാൻ വിട്ടുപോയതാണ്. ഇത് ഓപ്പണിംഗ് WDV 10,000, വാല്യൂ എത്രയാ? 12 lakhs. അഡീഷൻസ് എത്രയാ? ലെസ് ദാൻ 180 days. ഇത് എത്രയാണ്? 3,000, 10 lakhs. അതേഴ്സ് ഒന്നുമില്ല. സോൾഡ് ഡ്യൂറിംഗ് ദ ഇയർ. എത്രയാണ് എന്റെ കയ്യിൽ ടോട്ടൽ അസറ്റ്? 13,000ന്റെ അസറ്റ് ഉണ്ട്. അതിൽ ഞാൻ എത്ര വിറ്റു? 10,000 ഞാൻ വിറ്റു. ബാക്കി എത്ര ഉണ്ട്? 3,000 ബാക്കിയുണ്ട്. ഇത് പോസിറ്റീവ് ആണോ? പോസിറ്റീവ് ആണ്. ഡെപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താ? നമുക്ക് വാല്യൂവും കൂടെ നോക്കണം. ഇനി നമുക്ക് വാല്യൂ നോക്കാം. വാല്യൂ എത്രയാണ്? 12 lakhs പ്ലസ് 10 lakhs. ടോട്ടൽ എത്രയായി? 22 lakhs. 22 lakhsന്റെ അസറ്റിനെ ഞാൻ എത്രയ്ക്കാ വിറ്റത്? 25 lakhsനാണ് ഞാൻ വിറ്റത്. അപ്പൊ എന്തുണ്ടായി? 3 lakhsന്റെ എന്തുണ്ടായി? ലോസ് ഉണ്ട്. മനസ്സിലായോ? 3 lakhsന്റെ ലോസ് ഉണ്ട്. അപ്പൊ ഇത് പോസിറ്റീവ് ഇത് നെഗറ്റീവ്. ഡെപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്ത് വരും? ക്യാപിറ്റൽ ഗെയിനിന്റെ കോൺസെപ്റ്റ് വരും. ഫുൾ വാല്യൂ ഓഫ് സെയിൽ കൺസിഡറേഷൻ എത്രയാ? 25 lakh. കോസ്റ്റ് എത്രയാ? 22 lakhs. ക്യാപിറ്റൽ ഗെയിൻ എത്രയാ വരിക? 3 lakhsന്റെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ വരും. മനസ്സിലായോ? ഓക്കെ, ഇനി ലാസ്റ്റ് വൺ. ഇത് കഴിയുമ്പോഴോടുകൂടി നിങ്ങൾക്ക് നോർമൽ ഡെപ്രിസിയേഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് നന്നായി മനസ്സിലാവും. ഓക്കെ, അപ്പോ നമ്പർ വാല്യൂ, ഇത് ലാസ്റ്റ് എക്സാമ്പിൾ ആണ്. നമ്പർ വാല്യൂ ഓപ്പണിംഗ് WDV എത്ര? 10,000. വാല്യൂ എത്ര? 60 lakh. അഡീഷൻ ലെസ് ദാൻ 180 days പുട്ട് ടു യൂസ് എത്ര? 5,000. വാല്യൂ എത്ര? 10 lakhs.
അതേഴ്സ് ആണെങ്കിൽ 5000, വാല്യൂ എത്രയാ 10 lakhs. ഇവിടെ പുതിയത് വന്നിട്ടുണ്ട് അതേഴ്സ്, സെയിം എക്സാമ്പിൾ അല്ല, അതേഴ്സ് വന്നിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ എന്റെ എത്രയാണ് വരിക? ടോട്ടൽ എത്ര വരിക? 10 + 5 + 5 എത്രയാ? 20,000 അസറ്റ്സ് എന്റെ കയ്യിലുണ്ട്. ടോട്ടൽ വാല്യൂ എത്രയാ? 60 + 10 70 + 1 80 lakhsന്റെ അസറ്റ്, 20 lakhന്റെ നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, സോറി 20,000 നമ്പേഴ്സ് ഉണ്ട്. സോൾഡ് എത്രയാണ് നമ്മൾ സെയിൽ ചെയ്തത്? 13,000. ഇത് എത്രയാണ്? 20 എത്ര വിറ്റു? 13 വിറ്റു. എത്ര വന്നു? 7,000. പോസിറ്റീവ് ആണോ? യെസ്. ഡെപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇതുവരെ പറയാൻ പറ്റില്ല, കാരണം നമുക്ക് വാല്യൂ കൂടെ നോക്കണം. അതും കൂടെ പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ ഡെപ്രിസിയേഷൻ എടുക്കാൻ പറ്റൂ. വാല്യൂ നോക്കും. ഓപ്പണിംഗ് WDV എത്രയാ? 60 lakhs. 60 lakhന്റെ അഡീഷൻ എത്രയാണ്? 10 lakhs. അതേഴ്സ് എത്രയാണ്? 10 lakhs. ടോട്ടൽ എത്രയാ? 80 lakhs. 80 lakhsന്റെ അസറ്റിന് എത്രയൊക്കെ വിറ്റു? 72 lakhsന് വിറ്റു. 80 lakhsന്റെ അസറ്റിന് 72 lakh വിട്ടപ്പോ 8 lakhs ബാലൻസ് വന്നു. ഓൺ 31st March ലാസ്റ്റ് ഡേന് രണ്ടും പോസിറ്റീവ് ആണോ? അതെ. 7,000ഉം 8 lakhും രണ്ടും പോസിറ്റീവ് ആണ്. ഡെപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ? കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ഡെപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക? FIFO ഓൺ വാല്യൂ. കാരണം ഫുൾ ആയിട്ട് അസറ്റ് സെയിൽ ആയിട്ടില്ലല്ലോ, ഫുൾ ആയിട്ട് അസറ്റ് സെയിൽ ആയിട്ടില്ല. അപ്പോ ഈ 72 lakhs എങ്ങനെ വിറ്റ് പോയിട്ടുണ്ടാവുക? FIFO മെത്തേഡ് എന്ന് പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കണേ. പ്ലീസ് മിസ്റ്റേക്ക് ചെയ്യരുത്. പ്ലീസ്, ഞാൻ പറയണത് കുറച്ച് മനസ്സിലാക്കും, ഞാൻ പതുക്കെ പറയാം. ഈ 72 lakh എങ്ങനെ വിറ്റ് എന്നുള്ളത് ഞാൻ പറയാം. 72 lakhന്ന് FIFO മെത്തേഡാണ് നമ്മുടെ വരുന്നത്. FIFO മെത്തേഡ് എന്ന് പറയുമ്പോൾ ഔട്ട് ഓഫ് 72 lakh 60 lakh ഈസ് ഫ്രം ഓപ്പണിംഗ് WDV. ആർക്കെങ്കിലും സംശയം ഉണ്ടോ? FIFO മെത്തേഡ് ഇതെന്റെ ഓപ്പണിംഗ് ആണ്. ഓപ്പണിംഗ് ആദ്യം എവിടെന്നാ വരിക? 60 lakh. ഈ 72 lakhsൽ നിന്ന് 60 lakh എവിടെന്നാ വരിക? ഓപ്പണിംഗ്. ഓക്കെ, ഇത് രണ്ടും ഒരു തവണ പോസിറ്റീവ് ആയിട്ടുണ്ടല്ലോ, പിന്നെ നമ്പർ നോക്കേണ്ട ആവശ്യമില്ല. ഇത് രണ്ടും നമുക്ക് ഈ ബാലൻസ് രണ്ടും പോസിറ്റീവ് ആയ പിന്നെ നമുക്ക് ഈ നമ്പർ നോക്കേണ്ട ആവശ്യമില്ല, പിന്നെ വാല്യൂല് മാത്രമേ ഉള്ളൂ കളി. ഓക്കെ, അപ്പോ ആദ്യത്തെ ഇതിനാ പോവാ? 60 lakhsന്ന് പോവും. പിന്നെ ബാക്കിയുണ്ട് എത്ര? 12 ലക്ഷം. പിന്നെ ബാക്കി എത്ര വരുന്നുണ്ട്? 72ന്ന് 60 പോയി, ബാക്കി എത്ര വരുന്നുണ്ട്? 12 ലക്ഷം. 12 ലക്ഷത്തിന്ന് 10 ലക്ഷം, വളരെ സൂക്ഷിക്കുക, 10 ലക്ഷം ഈ അതേഴ്സിൽ നിന്നാണ് പോവുക. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്തുകൊണ്ടാണ്? ഇത് അതേഴ്സ് എന്ന് പറയുമ്പോ മോർ ദാൻ 180 ഡേയ്സ് എന്ന് പറയുമ്പോൾ ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്, പിന്നെയാണ് ലെസ് ദാൻ 180 ഡേയ്സ്. ഇത് റീസെന്റ് പർച്ചേസതാണ്, ലാസ്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്ത അസറ്റാ. അപ്പൊ FIFO മെത്തേഡ് എന്ന് പറയുമ്പോൾ ആദ്യം ഓപ്പണിംഗ് WDV പോകും, പിന്നെ മോർ ദാൻ 180 ഡേയ്സ് പോകും, പിന്നെ ബാക്കി വരുന്നത് ലെസ് ദാൻ 180 ഡേയ്സ് പോകും. ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഇത് ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കണേ, ഞാൻ പിന്നെ ക്ലാരിഫൈ ചെയ്യാം. അപ്പൊ ആദ്യം 72 lakhs എങ്ങനെയാ സെയിൽ ആവുന്നത്? 72 lakhs എങ്ങനെയാ പോകുന്നത്? ആദ്യം ഓപ്പണിംഗ് WDV 60 lakhs, പിന്നെ മോർ ദാൻ 180 ഡേയ്സിലത്തെ അതേഴ്സിൽ നിന്ന്, പിന്നെ ബാക്കിയത്തെ 2 ലക്ഷം ഏതിനാ വരിക? ലെസ് ദാൻ 180 ഡേയ്സിനാണ് വരുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പോ ഡെപ്രിസിയേഷൻ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഈ 10 lakhsന്ന് എത്ര വിറ്റുപോയി? 10 lakhsന്ന് എത്ര വിറ്റുപോയി? 2 lakhs വിറ്റുപോയി. ബാക്കി എത്രയുണ്ട്? 8 ലക്ഷം. അപ്പോ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുക? 8 ലക്ഷത്തിന്റെ 15%, ജനറൽ അല്ലേ പ്ലാന്റ് മെഷീനറി, 15% 50% റേറ്റില്, ഹാഫ് റേറ്റ് വരാൻ കാരണം എന്താ? പർച്ചേസ് ആൻഡ് പുട്ട് ടു യൂസ് ഫോർ ലെസ് ദാൻ 180 ഡേയ്സ് ആണെങ്കിൽ ഹാഫ് റേറ്റ് ഡെപ്രിസിയേഷൻ. മനസ്സിലായോ എല്ലാവർക്കും? നോർമൽ ഡെപ്രിസിയേഷൻ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഞാൻ പറയാം. പിന്നെ ഞാനൊന്ന് സമ്മറി ചെയ്യാം. അപ്പോ സമ്മറി ചെയ്യുമ്പോൾ ഞാൻ പറയാം, ഈ ഡെപ്രിസിയേഷന്റെ മാത്രമായിരിക്കും ചിലപ്പോൾ ഒരു വീഡിയോ വരുന്നുണ്ടാവുക, ബാക്കി ഡിസ് അലവൻസസ് മറ്റൊരു വീഡിയോ ആയിരിക്കും, കാരണം ഇത് പിന്നെയും ഒരു ലെങ്തി വീഡിയോ ആയിട്ടുണ്ട്. വീഡിയോ വലുതാവുന്നതല്ല കാര്യം, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളതാണ് കാര്യം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി വെച്ചാൽ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. അതർവൈസ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും?
പിന്നെ നമുക്ക് ഇരിക്കേണ്ടി വരും. സോ ഇത് എത്ര, കാരണം ഡെപ്രിസിയേഷൻ നിങ്ങൾക്ക് വിട്ടുപോകാൻ പറ്റില്ല. ഡെപ്രിസിയേഷൻ ചെയ്ത് പോയേ പറ്റും. അപ്പൊ ഡെപ്രിസിയേഷൻ നന്നായിട്ട് നോക്കാം. ഞാൻ പിന്നെയും ഒന്ന് സമ്മറൈസ് ചെയ്യാം. ഡെപ്രിസിയേഷന്റെ ഫോർമാറ്റ് എന്താ? ആദ്യം ബ്ലോക്ക് ഓഫ് അസറ്റ് മെത്തേഡ്. ബ്ലോക്ക് ഓഫ് അസറ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? ഓപ്പണിംഗ് WDV, add additions less than 180 days, greater more than 180 days. Put to use ആയിരിക്കണേ. Less than 180 days and put to use. More than others എന്ന് പറയുമ്പോൾ more than 180 days. Asset, suppose asset is purchased. Asset purchase ചെയ്തു, put to use ചെയ്തിട്ടില്ലെങ്കിൽ കൂടിയിട്ടും ബ്ലോക്കിനകത്ത് വരും. പക്ഷെ അതിന് മുകളിൽ ഡെപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ ഓപ്പണിംഗ് WDV, add additions, less sold, ബാക്കി വരുന്നതിന്റെ മുകളിൽ ഡെപ്രിസിയേഷൻ. ഓക്കെ, അപ്പോ എന്താണ് നമുക്ക് ചെയ്യാനുള്ളത്? സമ്മറി ഞാൻ പറഞ്ഞുതരാം. ഫുൾ എഴുതുക. ആദ്യം എന്തൊക്കെയാണ് ഡേറ്റ തന്നിരിക്കുന്നത് ആദ്യം എഴുതുക. ഓപ്പണിംഗ്, അഡീഷൻസ്, ലെസ് സോൾഡ് ചെയ്തിട്ട് ബാലൻസ് രണ്ടും പോസിറ്റീവ് ആണ്, നമ്പറും പോസിറ്റീവ് ആണ്, വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ ഡെപ്രിസിയേഷൻ വരും FIFO മെത്തേഡിൽ. ഏതെങ്കിലും ഒന്ന് നില്ലോ നെഗറ്റീവോ ആണെങ്കിൽ ഡെപ്രിസിയേഷൻ വരില്ല. ഏതെങ്കിലും ഒന്ന് നില്ലോ നെഗറ്റീവോ വന്നാൽ ഡെപ്രിസിയേഷൻ വരില്ല. എന്താ വരിക? ക്യാപിറ്റൽ ഗെയിനോ ക്യാപിറ്റൽ ലോസ് ആണ് വരിക. ഓക്കെ, അപ്പോ ഞാൻ സമ്മറൈസ് ചെയ്യാം. നമ്പേഴ്സ് നില്ലാണ്, നമ്പർ നില്ലാണ്. പോസിറ്റീവോ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ഗെയിനോ ക്യാപിറ്റൽ ലോസ് വരും. മനസ്സിലായി? അതിന്റെ ചാർട്ട് ഞാൻ തന്നിട്ടുണ്ട്. ഇത് ഞാൻ നമ്പർ നിൽ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ ക്യാപിറ്റൽ ലോസ്. നമ്പർ നിൽ വാല്യൂ നെഗറ്റീവ് ആണ് വരണമെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ. നമ്പർ പോസിറ്റീവ് പക്ഷെ വാല്യൂ നെഗറ്റീവ് വരണമെച്ചാൽ ക്യാപിറ്റൽ ഗെയിൻ. നമ്പർ പോസിറ്റീവ് വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ ഡെപ്രിസിയേഷൻ FIFO മെത്തേഡ്. എല്ലാവർക്കും മനസ്സിലായോ? ഉറപ്പല്ലേ? ഓക്കെ, അപ്പൊ ഇതായിരുന്നു നമ്മുടെ നോർമൽ ഡെപ്രിസിയേഷൻ. ഇനി ഇതല്ലാത്ത നമുക്ക് എന്ത് കിട്ടും? അഡീഷണൽ ഡെപ്രിസിയേഷൻ കിട്ടും. ഓക്കെ, ഒരു സെക്കൻഡ്, ഒരു ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് അഡീഷണൽ ഡെപ്രിസിയേഷൻ നോക്കാം. അഡീഷണൽ ഡെപ്രിസിയേഷനെ നമുക്ക് നോക്കാം. ഓവർ ആൻഡ് അബവ് നോർമൽ, അതായത് നോർമൽ കിട്ടും തന്നെ, പക്ഷെ അഡീഷണൽ ഡെപ്രിസിയേഷന്റെ കോൺസെപ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. 31(1)(2)(a). അതായത് ഈ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്താൽ മാത്രമേ നമുക്ക് ഡെപ്രിസിയേഷൻ, അഡീഷണൽ ഡെപ്രിസിയേഷൻ നമുക്ക് കിട്ടുള്ളൂ. അപ്പോ കണ്ടീഷൻസ് എന്തൊക്കെയാ നോക്കാം. SSE must be engaged in manufacture or production of article or thing. അതായത് SSE മാനുഫാക്ചർ ആയെങ്കിൽ മാത്രമേ അഡീഷണൽ ഡെപ്രിസിയേഷൻ applicable ആവുള്ളൂ. And the new plant and machinery should be acquired and installed after 31st March 2005. It should be eligible plant and machinery. Eligible plant and machinery എന്ന് പറഞ്ഞാൽ എലിജിബിൾ പ്ലാന്റ് ആൻഡ് മെഷീനറി എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. എലിജിബിൾ എന്താണ് അല്ലാത്തത് അതും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ഇപ്പൊ ഒരു ലിസ്റ്റ് കാണും, ആ ലിസ്റ്റ് എലിജിബിൾ അല്ല. അപ്പൊ അത് ഒഴികെ ബാക്കി എല്ലാം എന്താണ്? എലിജിബിൾ ആണ്. ഈ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്താൽ മാത്രമേ അഡീഷണൽ ഡെപ്രിസിയേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ആദ്യം എന്താ പറഞ്ഞത്? SSE മാനുഫാക്ചർ ആയിരിക്കണം. മാനുഫാക്ചർ. അപ്പൊ ക്വസ്റ്റ്യൻ എപ്പോഴും ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ ഫസ്റ്റ് ലൈനിൽ എഴുതിയിട്ടുണ്ടാവും മിസ്റ്റർ സോ എക്സ് ഈസ് എ മാനുഫാക്ചറർ. അപ്പൊ ആലോചിക്കുക അഡീഷണൽ ഡെപ്രിസിയേഷന്റെ പ്രൊവിഷൻ വരും എന്നുള്ളത്. ഓക്കെ, അപ്പൊ അഡീഷണൽ ഡെപ്രിസിയേഷൻ. പിന്നെ നോക്കുക, പ്ലാന്റ് ആൻഡ് മെഷീനറി ഇൻസ്റ്റാൾഡ് 31st March 2005 ശേഷമാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നോക്കുക, ആ പ്ലാന്റ് ആൻഡ് മെഷീനറി എലിജിബിൾ പ്ലാന്റ് ആൻഡ് മെഷീനറി ആണോ? എലിജിബിൾ പ്ലാന്റ് ആൻഡ് മെഷീനറി ഡിഫൈൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഏതാണ് എലിജിബിൾ അല്ലാത്തത്? അത് ലിസ്റ്റിലുണ്ട്. അപ്പൊ അല്ലാത്തത് നോക്കിയിട്ട് ബാക്കിയെല്ലാം എലിജിബിൾ ആണ്. ഓക്കെ, അപ്പൊ ഏതാണ് അല്ലാത്തത്? ഷിപ്സ് ഓർ എയർക്രാഫ്റ്റ്. Though it is plant and machinery, plant and machinery ക്ലാസ്സിലാണ് ഷിപ്സ്. എനി ഷിപ്സ് നമ്മൾ കണ്ടു. എനി ഷിപ്സ് വരുന്നത് പ്ലാന്റ് ആൻഡ് മെഷീനറി ക്ലാസ്സിലാണെങ്കിലും ഷിപ്സ് ആൻഡ് എയർക്രാഫ്റ്റ്സിന് എന്ത് കിട്ടില്ല? അഡീഷണൽ ഡെപ്രിസിയേഷൻ കിട്ടില്ല. Asset which by its installation was used either in or outside India, second hand. അതായത് സെക്കൻഡ് ഹാൻഡ് പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ എന്ത് കിട്ടില്ല നമുക്ക്? അത് എലിജിബിൾ അസറ്റ് അല്ല, എലിജിബിൾ പ്ലാന്റ് ആൻഡ് മെഷീനറി അല്ല. പ്ലാന്റ് ആൻഡ് മെഷീനറി എങ്ങാനും ഏതെങ്കിലും ഓഫീസിലോ അല്ലെങ്കിൽ റെസിഡൻഷ്യൽ അക്കോമഡേഷനിലാണോ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്ലാന്റ് ആൻഡ് മെഷീനറിനെയും എലിജിബിൾ ആയിട്ട് കണക്കാക്കില്ല. Then road transport vehicle ആണെങ്കിലും അതിനെ കൺസിഡർ ചെയ്യില്ല. പ്ലാന്റ് ആൻഡ് മെഷീനറി whose whole actual cost allowed as deduction by depreciation or otherwise. അതായത് 35 നമ്മുടെ സയന്റിഫിക് റിസർച്ച്
സ്പെസിഫൈഡ് ബിസിനസ്, അതിനകത്തൊക്കെ നമ്മുടെ ക്യാപിറ്റൽ അസറ്റിന് 100% നമുക്ക് ഡിഡക്ഷൻ കിട്ടുമായിരുന്നു. അപ്പൊ അങ്ങനെ ഓൾറെഡി നിങ്ങൾ 100% ഡിഡക്ഷൻ മറ്റൊരു സെക്ഷനിൽ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ഡെപ്രിസിയേഷൻ കിട്ടുന്നതല്ല. ഓക്കെ, അപ്പൊ അതിലൊക്കെ നമ്മൾ ഡെപ്രിസിയേഷന് കിട്ടില്ലായിരുന്നു. അപ്പൊ അഡീഷണൽ ഡെപ്രിസിയേഷനും വിട്ടേക്കും, അഡീഷണൽ ഡെപ്രിസിയേഷൻ കിട്ടില്ല. അപ്പൊ നോട്ട് എലിജിബിൾ എന്തൊക്കെയാണ്? ഷിപ്സ് ആൻഡ് എയർക്രാഫ്റ്റ്, സെക്കൻഡ് ഹാൻഡ്. ഓക്കെ, സെക്കൻഡ് ഹാൻഡ് either in India or outside India. Second, and plant and machinery ഓഫീസിലോ അല്ലെങ്കിൽ റെസിഡൻഷ്യൽ അക്കോമഡേഷനിലോ യൂസ് ചെയ്തിച്ചാലും അത് കണക്കാക്കില്ല. റോഡ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ആണെങ്കിലും പ്ലാന്റ് ആൻഡ് മെഷീനറി ആയിട്ട് കണക്കാക്കില്ല. ഹോൾ ആക്ച്വൽ കോസ്റ്റ് ഓൾറെഡി മറ്റൊരു സെക്ഷനിൽ 35 ആ സെക്ഷനിൽ ഓൾറെഡി 100% ഡിഡക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെയും ഇവിടെ എന്ത് കിട്ടില്ല? അഡീഷണൽ ഡെപ്രിസിയേഷൻ കിട്ടില്ല. സോ അഡീഷണൽ ഡെപ്രിസിയേഷൻ എന്തായിരുന്നു? ഫസ്റ്റ് SSC മാനുഫാക്ചർ ആയിരിക്കണം. സെക്കൻഡ് എന്തായിരുന്നു? SSC first one manufacturer ആയിരിക്കണം. Second one installed after purchased or installed after 31st March 2005 ആയിരിക്കണം. And plant and machinery should be eligible. Eligible define ചെയ്തിട്ടുണ്ടോ? ഇല്ല. Not eligible ലിസ്റ്റ് ഉണ്ട്. അപ്പൊ അതെല്ലാം അല്ലാത്തതൊക്കെ എന്താണ്? എലിജിബിൾ ആണ്. ഇനി റേറ്റ് ഓഫ് ഡെപ്രിസിയേഷൻ. റേറ്റ് ഓഫ് ഡെപ്രിസിയേഷൻ എത്രയാണ്? വളരെ ശ്രദ്ധിക്കുക, ഇത് നിങ്ങൾക്ക് എക്സാമിൽ ഉറപ്പായിട്ടും വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, റേറ്റ് ഓഫ് അഡീഷണൽ ഡെപ്രിസിയേഷൻ ഇൻ അതർ സ്റ്റേറ്റ്സ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻ അതർ സ്റ്റേറ്റ്സ് ആൻഡ് ഇൻ ബാക്ക്വേർഡ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ, വെസ്റ്റ് ബംഗാൾ, ആന്ധ്രാപ്രദേശ്, തെലങ്കാന. ഇതൊക്കെ ഒരു ഫണ്ണി റീസൺ ആണ്. ആന്ധ്രാപ്രദേശ് ആൻഡ് തെലങ്കാന മാത്രമേ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ. ആന്ധ്രാപ്രദേശ് ആൻഡ് തെലങ്കാന അത് രണ്ടായത് കാരണം അവർക്ക് ഒരു അലോ ചെയ്തതാണ് ഹയർ അഡീഷണൽ ഡെപ്രിസിയേഷൻ. ഈ ബീഹാർ ആൻഡ് വെസ്റ്റ് ബംഗാള് ഒരു പൊളിറ്റിക്കൽ റോള് പ്ലേ ചെയ്തതാണ്. അത് അതിലേക്ക് ഞാൻ കൂടുതലായിട്ട് കടക്കുന്നില്ല. സോ അരുൺ ജെയ്റ്റ്ലി ഈ അഡീഷണൽ ഡെപ്രിസിയേഷന്റെ റേറ്റ്സ് കൂട്ടിയപ്പോ ആ ലിസ്റ്റിനകത്ത് ബീഹാറും വെസ്റ്റ് ബംഗാളും ഉണ്ടായിരുന്നില്ല, ആന്ധ്രാപ്രദേശ് തെലങ്കാന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് മാറ്റി അവിടെ ഭരണത്തിന് പൊളിറ്റിക്കൽ ഒരു റോള് പ്ലേ ചെയ്തതാണ് ബീഹാർ ആൻഡ് വെസ്റ്റ് ബംഗാൾ. ഓക്കെ, അപ്പോ jokes apart, jokes alla, facts apart. Rate of additional depreciation in other state and in backward state. In backward state, Bihar, West Bengal, Andhra Pradesh and Telangana. Appo in backward state anengil additional rate of depreciation vereyana. In other state anengil additional depreciation rate vereyana. In other state, if assets are purchased and put to use for more than 180 days, then 20% ആണ് നമ്മുടെ അഡീഷണൽ ഡെപ്രിസിയേഷൻ. അഡീഷണൽ ഡെപ്രിസിയേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ഡെപ്രിസിയേഷൻ കിട്ടും തന്നെ. പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ ജനറൽ ആണെങ്കിൽ 15% നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോ അതർ സ്റ്റേറ്റിൽ അഡീഷണൽ ഡെപ്രിസിയേഷൻ എത്ര കിട്ടുന്നത്? നമുക്ക് 180 ഡേയ്സിന് കൂടുതലാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 20% ആണ് ഡെപ്രിസിയേഷൻ കിട്ടുന്നത്. ലെസ് ദാൻ 180 ആണെങ്കിൽ എത്ര കിട്ടും? 10% ആൻഡ് ബാലൻസ് 10% ഇൻ സബ്സിക്വന്റ് ഇയർ. ഈ ബാലൻസ് 10% സബ്സിക്വന്റ് ഇയർ നമുക്ക് നോർമൽ ഡെപ്രിസിയേഷൻ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ല. എന്താ കാരണം? നോർമൽ ഡെപ്രിസിയേഷൻ നമ്മൾ എല്ലാ വർഷവും കിട്ടും. അത് കാരണം പർച്ചേസ് ആൻഡ് പുട്ട് ടു യൂസിൽ 50%, നെക്സ്റ്റ് ഇയറിൽ ഫുള്ള്, പിന്നത്തെ ഇയറിൽ ഫുള്ള് ഡെപ്രിസിയേഷൻ, അങ്ങനെയായിരുന്നു. പക്ഷെ അഡീഷണൽ ഡെപ്രിസിയേഷൻ ഈസ് വൺ ടൈം ബെനിഫിറ്റ്. അതുകൊണ്ടാണ് 50% ഈ വർഷം എടുത്താൽ അടുത്ത വർഷത്തിൽ ബാലൻസ് 50% എടുക്കാം. പിന്നെ ആ അസറ്റിന്റെ മുകളിൽ എടുക്കാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ അസറ്റ് പുതിയത് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ മുകളിലേക്ക് കിട്ടുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ ദിസ് ഇസ് വൺ ടൈം ബെനിഫിറ്റ്. അപ്പോൾ ലെസ് ദാൻ 180 ആണെങ്കിൽ 10%, ബാലൻസ് 10% ഇൻ സബ്സിക്വന്റ് ഇയർ. ബാക്ക്വേർഡ് സ്റ്റേറ്റ് ആണെങ്കിൽ ബീഹാർ, വെസ്റ്റ് ബംഗാൾ, ആന്ധ്രാപ്രദേശ്, തെലങ്കാനയിലാണെങ്കിൽ ഇഫ് അസറ്റ് ഇസ് യൂസ് ഫോർ മോർ ദാൻ 180 days, then 35% ആണ് ഡെപ്രിസിയേഷൻ. ആൻഡ് if it is used for less than 180 days, then 17.5% ആണ് purchase and put to use വർഷത്തിൽ കിട്ടുക. ബാലൻസ് സബ്സിക്വന്റ് ഇയറിൽ 17.5% കിട്ടാം. പക്ഷെ പിന്നീട് കിട്ടില്ല, ബിക്കോസ് ദിസ് ഇസ് വൺ ടൈം ബെനിഫിറ്റ്. മനസ്സിലായോ? റേറ്റ് ഓഫ് അഡീഷണൽ ഡെപ്രിസിയേഷൻ 20%. അങ്ങനെ 80%, 180 ഡേയ്സിന് താഴെയാണ് യൂസ് ചെയ്താലോ 10%. ബട്ട് ഇഫ് ദ പ്ലാന്റ് ആൻഡ് മെഷീനറി സെറ്റപ്പ് ഇൻ നോട്ടിഫൈഡ് ബാക്ക്വേർഡ് ഏരിയാസ് ബീഹാർ, വെസ്റ്റ് ബംഗാൾ, ആന്ധ്രാപ്രദേശ്, തെലങ്കാന ആണെങ്കിൽ 35%. ലെസ് ദാൻ 180 ഡേയ്സ് യൂസ് ചെയ്താൽ 17.5%. കറന്റ് ഇയറിൽ, സബ്സിക്വന്റ് ഇയറിൽ ബാക്കി 17.5.
However, the whole additional depreciation is to be deducted from WDV. This is advanced depreciation. The question ഉണ്ട്. ഞാനൊരു problem ഇതിന്റെ ബേസിസിൽ എടുക്കാം. One second. Okay. Number, value. Opening WDV എത്ര? 10. Okay. 10,000. Opening WDV എത്ര? 10,000. ആദ്യം ഈ ബ്ലാക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഈ ഓറഞ്ച് മാച്ച് ചെയ്യാം. രണ്ട് കേസസ് ആണ്. 10,000 ആണ് നമ്പേഴ്സ്. വാല്യൂ എത്ര? 12 lakhs. അഡീഷൻ ലെസ് ദാൻ 180 ഡേയ്സ് എത്ര? 3,000 അസറ്റ്സ് ഞാൻ പർച്ചേസ് ചെയ്തു. ഇത് 10 lakhs. ഓക്കെ, അപ്പൊ ആലോചിക്കണം ഇതിന്റെ മുകളിൽ 50% ആയിരിക്കും ഡെപ്രിസിയേഷൻ. അതേഴ്സ് എത്രയാണ്? 3,000. ഇതിൽ വായിക്കില്ല കേട്ടോ. ഇപ്പൊ വാല്യൂ എത്രയാണ്? 3,000 മേടിച്ചു. മോർ ദാൻ 180 ഡേയ്സ്. അതിന്റെ വാല്യൂ എത്ര? 15 lakhs. സെയിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പൊ 10 + 3 13 + 3 16. 16,000 assets ഉണ്ട്. 12 + 10 22 + 15 37 lakhs. ഇതെന്തായിരുന്നു എന്റെ വാല്യൂ ഓഫ് അസെറ്റ്. ഇനി ഡെപ്രിസിയേഷൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ശ്രദ്ധിച്ചേക്കണം. നോർമൽ ഡെപ്രിസിയേഷൻ എത്രയാ വരിക? ഈ 10 lakhsന്റെ മുകളിൽ 15 നോർമൽ ആണ് ഞാൻ പറയുന്നത്. നോർമൽ 15% ഡെപ്രിസിയേഷൻ 50% ഹാഫ് റേറ്റ്. കാരണം ഇതെന്താ? ലെസ് ദാൻ 180 ഡേയ്സ്. ബാലൻസ് എത്രയുള്ളത്? 12ഉം 15ഉം. 12 + 15 27. 27 lakhsന്റെ മുകളിൽ 15% ഫുൾ റേറ്റ് ഡെപ്രിസിയേഷൻ. ഇതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? കാരണം ഇവിടെ രണ്ടും പോസിറ്റീവ് ആണ്. 16ഉം 37ഉം. അപ്പൊ ഡെപ്രിസിയേഷൻ വരും. ഓക്കെ, ഇനി അഡീഷണൽ ഡെപ്രിസിയേഷൻ എന്താണ് കോൺസെപ്റ്റ്? ഞാൻ പറഞ്ഞുതരാം. ഈ 12 lakhs ഇല്ലേ, ശ്രദ്ധിച്ച് കേൾക്കണേ. ഈ 12 lakhs നമ്മൾ അസ്യൂം ചെയ്യാണ് ഓൾറെഡി പാസ്റ്റ് ഇയറിൽ നമ്മൾ അഡീഷണൽ ഡെപ്രിസിയേഷൻ എടുത്തിട്ടുണ്ടാവണം. കാരണം എന്താണ്? ഈ 12 lakhs ഓപ്പണിംഗ് WDV ആണ്. അപ്പൊ ഇത് പാസ്റ്റ് ഇയർ അസെറ്റിന്റെ വാല്യൂ ആണ്. പാസ്റ്റ് ഇയർ അസെറ്റിന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ ഓൾറെഡി ആ അസെറ്റിന്റെ മുകളിൽ നമ്മൾ അഡീഷണൽ ഡെപ്രിസിയേഷൻ എടുത്തിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോ ഇനി ഇതാണ് നമ്മൾ കറന്റ് ഇയറിൽ പർച്ചേസ് ആൻഡ് പുട്ട് ടു യൂസ്. ഓക്കെ, അപ്പൊ ഇത് ലെസ് ദാൻ 180 ഡേയ്സ് ആയതുകൊണ്ട് 10 lakhs അഡീഷണൽ ഡെപ്രിസിയേഷന്റെ റേറ്റ് 20%. അതിന്റെ ഹാഫ്. ഓക്കെ, ബാലൻസ് ഹാഫ് അടുത്ത വർഷം. പിന്നെ കിട്ടില്ല. ഇത് നടന്നുകൊണ്ടേയിരിക്കും. നോർമൽ ഡെപ്രിസിയേഷൻ എല്ലാ വർഷവും നടന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇത് നെക്സ്റ്റ് ഇയറിൽ 100% ആവും. പക്ഷെ അഡീഷണൽ ഡെപ്രിസിയേഷൻ 1 time ആണ്. അപ്പൊ ബാലൻസ് ഹാഫ് ഇപ്പോഴെടുത്തു വെച്ചാൽ ഈ 10 lakhsന്റെ മുകളിൽ 20%, ബാക്കി ഹാഫ് നെക്സ്റ്റ് ഇയർ. ഓക്കെ, ഇനി ഈ 15 ലക്ഷത്തിന്റെ മുകളിൽ ഇവിടെ തെറ്റാണ്. ദിസ് ഹാസ് ടു ബി 50 lakhs. ഈ 15 ലക്ഷത്തിന്റെ മുകളിൽ 20% അഡീഷണൽ ഡെപ്രിസിയേഷൻ ഈ വർഷം കിട്ടും. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? നോർമൽ ഡെപ്രിസിയേഷൻ മനസ്സിലായോ? ഓക്കെ, അഡീഷണൽ ഡെപ്രിസിയേഷൻ ഈ 10 lakhsന്റെ മുകളിൽ 20% ഹാഫ് റേറ്റ് ഈ വർഷം, ബാക്കി ഹാഫ് സബ്സിക്വന്റ് ഇയറിൽ. പിന്നെ കഴിഞ്ഞു. അതിനുശേഷം ഈ അതേഴ്സ് 15 lakhs ഫുൾ 20% ഡെപ്രിസിയേഷൻ. അടുത്ത വർഷം പിന്നെയും കിട്ടില്ല. പക്ഷെ നോർമൽ ഡെപ്രിസിയേഷൻ കിട്ടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് എക്സാമ്പിളില് വാല്യൂ സെയിം. നമ്പർ ഓഫ് അസെറ്റ്സ് എത്രയാണ്? 10,000. വാല്യൂ എത്ര? 60 lakhs. അതിനുശേഷം അഡീഷൻ ലെസ് ദാൻ 180 ഡേയ്സ് എത്രയാണ്? 3,000. ഇത് 10 lakhs. അതേഴ്സ് എത്രയാണ്? നിൽ. അതേഴ്സ് ഇല്ല കേട്ടോ ഈ ക്വസ്റ്റ്യനില്. സെയിൽ ചെയ്തത് എത്രയാണ്? സെയിൽ ചെയ്തത് 8,000 നമ്മൾ സെയിൽ ചെയ്തു. വാല്യൂ എത്രയാണ്? 62 lakh. ഓക്കെ, വാല്യൂ എത്രയാണ്? 62 lakh. അപ്പോ 10,000 + 3,000 എത്രയായി? 13,000. 13,000ൽ നിന്ന് എത്ര വിറ്റു? 8,000 വിറ്റു. അപ്പൊ ബാക്കി എത്രയുണ്ട്? 5,000. പോസിറ്റീവ് ആണോ? ആണ്. ഡെപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാമോ? വെയിറ്റ്, വാല്യൂ കൂടെ ചെക്ക് ചെയ്യൂ. 60 lakh ആണ് ഓപ്പണിംഗ് WDV. ലെസ് ദാൻ 180 ഡേയ്സ് എത്രയാ? 10 lakhs. ടോട്ടൽ എത്രയായി? 70 lakhs. അതിൽ നിന്ന് എത്രയ്ക്ക് വിറ്റു? 62 lakhs. ബാക്കി എത്ര വന്നു? 8 lakhs.
8 lakhs 5,000 രണ്ടും പോസിറ്റീവ് ആണോ? യെസ്. അപ്പൊ ഡെപ്രിസിയേഷൻ ആണ്. ഓക്കെ, ഡെപ്രിസിയേഷൻ ഇനി എങ്ങനെയാ കാണുന്നത്? നമ്മള് ശ്രദ്ധിച്ചു കേൾക്കുക. നോർമൽ ഡെപ്രിസിയേഷൻ 62 lakh അല്ലേ നമ്മൾ സെയിൽ ചെയ്തത്? ഇങ്ങനെയല്ല, 62 lakh. നോർമൽ ഡെപ്രിസിയേഷൻ എങ്ങനെയാ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? ഈ 62 നമ്മുടെ ഡെപ്രിസിയേഷൻ വന്ന ഏത് മെത്തേഡാണ്? ഫിഫോ മെത്തേഡ്. ബാലൻസ് അവൈലബിൾ ഉണ്ടെങ്കിൽ ഫിഫോ മെത്തേഡ്. അപ്പൊ 62 lakhs 60 lakh നമ്മുടെ ഓപ്പണിംഗ് ആണ്. 60 lakh നമ്മുടെ എന്താണ്? ഓപ്പണിംഗ് ആണ്. ബാക്കി 2 lakhs ഏതിന്നാ പോവാ? ഈ 10 lakhs നിന്നാണ് പോവുക. ഈ 10 lakhs നിന്നാണ് ബാക്കി 2 lakh പോവാ. അപ്പൊ ഇനി ബാക്കി എത്രയുണ്ട്? 8 lakhs. ഈ 8 lakhsന്റെ മുകളിൽ ലെസ് ദാൻ 180 days ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. 8 lakhsന്റെ മുകളിൽ നോർമൽ ഡെപ്രിസിയേഷൻ 15% ഹാഫ് റേറ്റ്. ഓക്കെ, ഹാഫ് റേറ്റ് കിട്ടും. ഇനി ശ്രദ്ധിച്ചേക്കണം. അഡീഷണൽ ഡെപ്രിസിയേഷൻ 8 ലക്ഷത്തിന്റെ മുകളിലല്ല, 10 lakhsന്റെ മുകളിലാണ് അഡീഷണൽ ഡെപ്രിസിയേഷൻ വരിക. കാരണം അഡീഷണൽ ഡെപ്രിസിയേഷൻ 20% ഓൺ ആക്ച്വൽ കോസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പൊ ആക്ച്വൽ കോസ്റ്റ് 8 ലക്ഷം അല്ല. ഈ 8 ലക്ഷം ബാക്കി കിടക്കുന്ന അസറ്റിന്റെ ആക്ച്വൽ കോസ്റ്റ് എത്രയാ? 10 lakhs. അപ്പൊ 10 lakhsന്റെ 20% ഹാഫ് റേറ്റ് ഈ വർഷം, ബാക്കി ഹാഫ് റേറ്റ് അടുത്ത വർഷം. അഡീഷണൽ ഡെപ്രിസിയേഷൻ മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായല്ലോ? അപ്പൊ 62 നോർമൽ ഡെപ്രിസിയേഷൻ 60 lakhs പോയി, 2 lakhs പോയി. ബാക്കി എത്രയുണ്ട്? 10 lakhs 2 lakhs പോയാൽ 8 ലക്ഷം. 8 ലക്ഷത്തിന് മുകളിൽ 15% ഹാഫ് റേറ്റ്. ഇത് നോർമൽ ഡെപ്രിസിയേഷൻ. പക്ഷെ അഡീഷണൽ ഡെപ്രിസിയേഷൻ ആക്ച്വൽ കോസ്റ്റിലാണ് എപ്പോഴും വരിക. ഓക്കെ, അപ്പൊ ആക്ച്വൽ കോസ്റ്റ് 8 ലക്ഷം അല്ല, 10 ലക്ഷം. 10 ലക്ഷത്തിന്റെ മുകളിൽ 20%, 50% ഈ വർഷം, ബാക്കി 50% നെക്സ്റ്റ് സബ്സിക്വന്റ് ഇയർ. എല്ലാവർക്കും മനസ്സിലായോ? ഉറപ്പല്ലേ? അപ്പൊ ഇതായിരുന്നു നിങ്ങളുടെ ഡെപ്രിസിയേഷൻ ആൻഡ് അഡീഷണൽ ഡെപ്രിസിയേഷൻ. ഓക്കെ, ഇനി ഒരു പവർ ജനറേറ്റിംഗ് യൂണിറ്റ്സിന്റെയും കൂടി ഉണ്ട്. പവർ ജനറേറ്റിംഗ് യൂണിറ്റ്സിന് എന്താ ഓപ്ഷൻ ഉള്ളത്? പവർ ജനറേറ്റിംഗ് യൂണിറ്റ്സ് WDVയും എടുക്കാം, ഇൻഡിവിജ്വൽ സിസ്റ്റം അതായത് SLM യൂസ് ചെയ്യാം. അപ്പൊ WDV എടുത്താലും കുഴപ്പമില്ല, SLM യൂസ് ചെയ്താലും കുഴപ്പമില്ല. അപ്പൊ ഇൻഡിവിജ്വൽ സിസ്റ്റം ആണ്. അസറ്റിന് ഓരോ കോസ്റ്റ് ആണ്, മീൻസ് ഓരോ അസറ്റിന്റെ കോസ്റ്റ് ആണ് എടുക്കുന്നത്. വളരെയധികം ശ്രദ്ധിച്ചിരിക്കണേ. ഒട്ടും ഈ പവർ ജനറേറ്റിംഗ് യൂണിറ്റ്സ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പൊ ഇതൊന്ന് മനസ്സിലാക്കിയാൽ സിമ്പിൾ ആവും കാര്യങ്ങൾ. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ച് പേഷ്യൻസോട് കൂടിയിരിക്കണം. പവർ ജനറേറ്റിംഗ് യൂണിറ്റ്സ് ഇൻഡിവിജ്വൽ അസറ്റ് സിസ്റ്റം ആണ്. ഓക്കെ, ഇൻഡിവിജ്വൽ അസറ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഓരോ അസറ്റിനും ഓരോ വാല്യൂ ഉണ്ട്. അപ്പൊ റേറ്റ് എത്രയാണ്? 10% ഞാൻ എടുത്തിരിക്കുന്നത്. SLM മെത്തേഡ് ആണ്. കോസ്റ്റ് എത്ര? 1000. അപ്പോ ഇതൊന്നും ഇപ്പൊ നിങ്ങൾ നോക്കണ്ട, ഇത് മാത്രം നോക്കിയാൽ മതി. കോസ്റ്റ് 1000. ഡെപ്രിസിയേഷൻ ഫസ്റ്റ് ഇയറിൽ എത്രയാ? 100. 1000ന്റെ 10% 100. അപ്പൊ ബാലൻസ് വന്നു 900. സെക്കൻഡ് ഇയറിൽ എത്രയാ? 100. അപ്പോ ബാലൻസ് എത്ര വന്നു? 800. 2 വർഷത്തെ എന്റെ P&L ഡെബിറ്റിൽ ഇങ്ങനെ ഉണ്ടാവും. ഫസ്റ്റ് ഇയറിന്റെ P&L ഡെബിറ്റിൽ 100, P&L സെക്കൻഡ് ഇയറിൽ 100. ഇപ്പൊ നിങ്ങളൊരു പുതിയ കോൺസെപ്റ്റ് പഠിക്കാൻ പോവാണ്. വളരെ ശ്രദ്ധിച്ച് കേൾക്കണേ, വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ശ്രദ്ധിച്ച് കേൾക്കണേ. ഇപ്പോ ഈ 1000ന്റെ അസറ്റ് ഡെപ്രിഷിയേറ്റ് ആയിട്ട് 800ലാണ് വന്ന് നിൽക്കുന്നത്. ഇപ്പൊ സപ്പോസ് ഈ 800ന്റെ ഇത് WDV ആണ്. ഓക്കെ, ഇത് എന്റെ കോസ്റ്റ് ആണ് 1000. ഇത് WDV ആണ്, ഇത് കോസ്റ്റ് ആണ് 1000. അപ്പൊ സപ്പോസ് ഈ അസറ്റിന് 800 വാല്യൂ ഉള്ള WDV വാല്യൂ ഉള്ള അസറ്റിന് ഞാൻ 700ന് വിറ്റാൽ, 800 ആണ് ഇപ്പൊ WDV, ഇതിനെ ഞാൻ 700ന് വിറ്റാൽ, ഇതായിട്ട് ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ എനിക്കൊരു 100ന്റെ എന്താണ് വരുന്നത്?
ഒരു ലോസ് വരുന്നുണ്ട് ഇല്ലേ? 800ന്റെ സാധനത്തിന് ഞാൻ 700ന് വിറ്റാൽ എനിക്ക് 100ന്റെ ലോസ് വരുന്നുണ്ട്. ഇനി ഇതിനെ നിങ്ങളൊന്ന് കോസ്റ്റ് ആയിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. എന്റെ കോസ്റ്റ് എത്രയാ? 1000. എത്രയ്ക്ക് വിറ്റു? 700. ലോസ് എത്ര വരുന്നത്? 300. ഈ 300ല് 200 ഞാൻ ഓൾറെഡി P&Lന്റെ ഡെബിറ്റില് 2 വർഷമായിട്ട് റെക്കഗ്നൈസ് ചെയ്തു. മനസ്സിലായോ? 800നെ ഞാൻ 700ന് വിറ്റപ്പോ എനിക്ക് 100 രൂപയുടെ നഷ്ടം ഉണ്ടായി. ഇനി ഇതിനൊന്ന് കോസ്റ്റ് ആയിട്ട് കമ്പയർ ചെയ്യും. കോസ്റ്റ് 1000 രൂപ. അതിനെ ആ അസറ്റിനെ ഞാൻ 200ന് വിറ്റു. അപ്പൊ ലോസ് എത്രയായി? 300. ലോസ് 300 എന്ന് പറയുമ്പോൾ 200 ഓൾറെഡി റെക്കഗ്നൈസ് ആയി. അപ്പൊ ഇനി എത്ര റെക്കഗ്നൈസ് ആവാൻ ബാക്കിയുണ്ട്? 100. അപ്പൊ ഈ 100നെ ഇനി നിങ്ങൾക്ക് P&Lന്റെ ഡെബിറ്റിൽ എഴുതണം. പക്ഷെ അതിന് പേരെന്താ കൊടുക്കുക? ടെർമിനൽ ഡെപ്രിസിയേഷൻ. P&Lന്റെ ഡെബിറ്റിൽ 100 വരും. മനസ്സിലായോ? അപ്പൊ ഇനി അടുത്തത് സെയിം, ഇത് സിറ്റുവേഷൻസ് ആണ്. 800 WDV ഉള്ള സാധനത്തിന് നിങ്ങൾ 800 തന്നെ വിറ്റു. ഓക്കെ, അപ്പൊ നോ പ്രോഫിറ്റ് നോ ലോസ്. പക്ഷെ ഇനി കോസ്റ്റ് ആയിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. 800നെ 800 ആയിട്ട് നിങ്ങൾ നോക്കി. ഇനി കോസ്റ്റും 800ഉം 1000ന്റെ കോസ്റ്റിനെ നിങ്ങൾ 800ന് വിറ്റു. എത്രയുടെ നഷ്ടം ഉണ്ടായി? 200ന്റെ നഷ്ടം ഉണ്ടായി. P&Lന്റെ ഡെബിറ്റില് ഓൾറെഡി നിങ്ങൾ 2 വർഷമായിട്ട് 200 റെക്കോർഡ് ചെയ്തോ. അപ്പൊ ആ ലോസ് എന്ത് ആയി? റെക്കഗ്നൈസ് ആയി. എന്തെങ്കിലും എഫക്ട് കൊടുക്കണോ? കൊടുക്കണ്ട, കാരണം നമ്മൾ ഇതുവരെ ശരിയാണ് ചെയ്തത്. ഓക്കെ, ഇനി അടുത്തത്. സപ്പോസ് നിങ്ങൾ ഈ അസറ്റിനെ 950 വിറ്റത്. എത്ര രൂപയ്ക്കാണ്? 950 റുപ്പീസിനാണ് വിറ്റത്. അപ്പൊ 800 രൂപയുടെ സാധനം 950ക്ക് വിറ്റപ്പോ 150 റുപ്പീസിന്റെ പ്രോഫിറ്റ് ഉണ്ടായി. 150 റുപ്പീസിന്റെ പ്രോഫിറ്റ് ഉണ്ടായി. ഇത് ശ്രദ്ധിച്ചേക്കണേ. പക്ഷെ ഇതിനെ കോസ്റ്റ് ആയിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. 1000ന്റെ സാധനത്തിനെ നിങ്ങൾ 950ക്കാണ് വിറ്റത്. 950ക്കാണ് വിറ്റത്. അപ്പോ 50 റുപ്പീസിന്റെ ലോസ് ആണ്. സത്യത്തിൽ എത്രയുടെ ലോസ് ആണ്? 50 റുപ്പീസിന്റെ ലോസ്. പക്ഷെ നിങ്ങൾ ഓൾറെഡി എത്ര റെക്കഗ്നൈസ് ചെയ്തു? 200 റെക്കഗ്നൈസ് ചെയ്തു. മനസ്സിലായില്ലേ? ലോസ് എത്ര? P&Lന്റെ ഡെബിറ്റിൽ എത്ര ശരിക്കും വരേണ്ടത്? 50 വരാൻ പാടുള്ളൂ. നിങ്ങൾ ഓൾറെഡി എത്ര റെക്കോർഡ് ചെയ്തു? 200 റെക്കോർഡ് ചെയ്തു. അപ്പൊ ഇനി 150നെ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? റിവേഴ്സ് ചെയ്യേണ്ടി വരും. അപ്പൊ P&Lന്റെ ഡെബിറ്റിലുള്ള സാധനത്തിനെ നിങ്ങൾക്ക് റിവേഴ്സ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? 150 P&Lന്റെ ക്രെഡിറ്റ്, അതിന്റെ പേരാണ് ബാലൻസിങ് ചാർജ് സെക്ഷൻ 41(2). ഇതിനെ നമ്മൾ റിവേഴ്സ് ചെയ്യും. മനസ്സിലായോ? നമ്മളൊന്നും ചെയ്യുന്നില്ല. സെയിൽ വാല്യൂവിനെ WDVയും കോസ്റ്റും ആയിട്ട് കമ്പയർ ചെയ്യണം. അത്രേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇനി മനസ്സിലായില്ലെങ്കിൽ പിന്നെയും ഒന്ന് ബാക്ക് അടിച്ചിട്ട് പിന്നെയും ഒന്ന് വീണ്ടും കേട്ട് നോക്കൂട്ടോ. കാരണം എനിക്ക് വീഡിയോ വളരെ ലെങ്തി പോകും. ഇത് വെറും ഡെപ്രിസിയേഷനാണ്. ഇനി ഇതിനെ നമ്മൾ കറക്റ്റ് 1000ന് വിറ്റു. ഈ അസറ്റിനെ 1000 കോസ്റ്റ് ഉള്ള 800 WDV ആയി വന്ന് നിൽക്കുന്ന അസറ്റിനെ നമ്മൾ 1000ന് വിറ്റു. 1000 രൂപയ്ക്ക് വിറ്റുമ്പോ 800ന്റെ സാധനം നമ്മൾ 1000ന് വിറ്റാൽ നമുക്ക് എത്രയുടെ പ്രോഫിറ്റ് ഉണ്ടായി? 200 രൂപയുടെ പ്രോഫിറ്റ് ഉണ്ടായി. ഇനി അതിന് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? കോസ്റ്റ് ആയിട്ട് കമ്പയർ ചെയ്യണം. കോസ്റ്റ് എത്രയാ? 1000. വിറ്റത് എത്രയാ? 1000. നോ പ്രോഫിറ്റ് നോ ലോസ്. പ്രോഫിറ്റും വരാൻ പാടില്ല, ലോസും വരാൻ പാടില്ല. പക്ഷെ നമ്മൾ 2 വർഷമായിട്ട് P&Lന്റെ ഡെബിറ്റിൽ 100 എന്ന് ചെയ്യേണ്ടത്. അപ്പൊ എന്താണ് ഉണ്ടാവുന്നത്? നമ്മുടെ പ്രോഫിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ എന്താണ് വരുന്നത്? നോ പ്രോഫിറ്റ് നോ ലോസ്. പ്രോഫിറ്റും കുറയരുത്, ലോസും ഉണ്ടാവരുത്. അപ്പൊ നോ പ്രോഫിറ്റ് നോ ലോസ്. നോ പ്രോഫിറ്റ് നോ ലോസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ P&Lന്റെ ഡെബിറ്റിൽ 200 കിടപ്പുണ്ട്. ഓക്കെ, നോ പ്രോഫിറ്റ് നോ ലോസ് വരുത്തണമെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? റിവേഴ്സ് ചെയ്യേണ്ടി വരും. അപ്പൊ 200നെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? റിവേഴ്സ് ചെയ്യുക. P&Lന്റെ ക്രെഡിറ്റ് സൈഡിൽ ഇടുക. അതിനെ നമ്മൾ എന്താണ് പറയുന്നത്? ബാലൻസിങ് ചാർജ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത്. ഈ അസറ്റിനെ നമ്മൾ 1200നാണ് നമ്മൾ വിൽക്കുന്നത്. നല്ലോണം ശ്രദ്ധിച്ച് കേൾക്കണേ. ഈ 1000ന്റെ സാധനം 800 വരെ WDV ആയി നിൽക്കുന്ന സാധനത്തിനെ നമ്മൾ 1200ന് വിൽക്കുമ്പോ 800ന്റെ സാധനം 1200ന് വിൽക്കുമ്പോ നമുക്ക് 400 രൂപയുടെ പ്രോഫിറ്റ് ആണ് വരുന്നത്. 800 രൂപയുടെ സാധനം 1200ന് വിൽക്കുമ്പോൾ 400 രൂപയുടെ പ്രോഫിറ്റ് ആണ് വരുന്നത്. 1000 രൂപയുടെ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കും. അപ്പൊ 1000 രൂപയുടെ സാധനം
1000 രൂപയുടെ കോസ്റ്റ് ഉണ്ട് സാധനം, 1200 വിൽക്കുമ്പോൾ എത്രയുടെ ഡിഫറൻസ് വരുന്നത്? 200 ഡിഫറൻസ്. ഓക്കെ, അപ്പൊ 400 ശരിക്കും നമുക്ക് 200 റെക്കോർഡ് ചെയ്യാനേ ബാക്കിയുള്ളൂ. 200 നമ്മൾ എന്ത് ചെയ്തു? അധികം റെക്കോർഡ് ചെയ്തു. അപ്പൊ 200 നമ്മുടെ എന്തായിരിക്കും? റിവേഴ്സ് ചെയ്യണം. 200 അല്ലേ, 800 ആണ് ഡിഫറൻസ്. 800 സാധനം 1200 വിൽക്കുമ്പോ 400 രൂപയുടെ പ്രോഫിറ്റ് വരുന്നുണ്ട്. ഓക്കെ, ഈ 400 രൂപ നമ്മള് 400 രൂപയില് 200 രൂപ നമ്മൾ ലോസ് ആയിട്ടാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ നമുക്ക് അതിന് എന്ത് ചെയ്യേണ്ടി വരും? റിവേഴ്സ് ചെയ്യേണ്ടി വരും. റിവേഴ്സ് ചെയ്യേണ്ടി വരുമ്പോ എന്തായി? ബാലൻസിങ് ചാർജ്, നമ്മുടെ ബാലൻസിങ് ചാർജ് സെക്ഷൻ 41 ടു P&Lന്റെ ക്രെഡിറ്റ് സൈഡിൽ ഇടാം. ഇനി ബാക്കി 200 ഉണ്ടല്ലോ, ബാക്കി 200 നമ്മുടെ എന്തായിട്ട് വരും? ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് വരും. ബാക്കി 200 എന്തായിട്ട് വരും? ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് വരും. അപ്പൊ ഈ 400 നമ്മൾ രണ്ടായിട്ട് ബൈഫർക്കേറ്റ് ചെയ്യും. 800 1200 മൈനസ് 800 എത്രയാണ്? 400. 200 ഓൾറെഡി നമ്മൾ ലോസ് റെക്കോർഡ് ചെയ്തു. പക്ഷെ അത് പാടില്ലായിരുന്നു. നമുക്ക് നോ പ്രോഫിറ്റ് നോ ലോസ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അതിന് റിവേഴ്സ് ചെയ്തു. ബാക്കി 200, ഈ ഡിഫറൻസ് 1000 മൈനസ് 1200, ഈ ഡിഫറൻസ് എന്തായിരിക്കും? നമ്മുടെ എന്തായിരിക്കും? ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് കണക്കാക്കും. ഇത് തന്നെ ഞാൻ ഇന്നലെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു എന്നറിയോ? ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. സയന്റിഫിക് അസറ്റ്സിനെ നമ്മൾ വിൽക്കുമ്പോ 6 lakhsന്റെ സാധനം 10 lakhsന് വിൽക്കുമ്പോ 6 lakh PGBP-നകത്ത് വരും ആൻഡ് 4 lakhs ക്യാപിറ്റൽ ഗെയിൻ ആവും. അപ്പൊ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ഫസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാമ്പിൾ ഓർമ്മയുണ്ടാവും. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങളുടെ പവർ ജനറേഷൻ യൂണിറ്റ്സിന്റെ ഡെപ്രിസിയേഷൻ കാൽക്കുലേഷൻ. അപ്പൊ ഇതാണ് ടെർമിനൽ ഡെപ്രിസിയേഷനും ബാലൻസിങ് ചാർജിന്റെയും കോൺസെപ്റ്റ്. മനസ്സിലായോ? ഓക്കെ, ഇനി ഇനിയുള്ളത് ഒരു ചെറിയൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഈ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവാട്ടോ. എക്സാമിന് ഇൻക്ലൂഡ്സ് എന്താണ്, എക്സ്ക്ലൂഡ്സ് എന്താണ്. ടീ ബുഷസ് ലൈഫ് സ്റ്റോക്സിന് വേറെ സെക്ഷൻ ഉണ്ട്, ബിൽഡിങ്ങിന് വേറെ ഉണ്ട്, ഫർണിച്ചറിന് വേറെ ക്ലാസ് ഉണ്ട്, ഫിക്സ്ചറിന് വേറെ ക്ലാസ് ഉണ്ട്. അതുകൊണ്ട് പ്ലാന്റിനകത്ത് അതൊന്നും ഇൻക്ലൂഡ് ആവില്ല. ഓക്കെ, ഇത് ഇൻ കേസ് ഓഫ് അമാൽഗമേഷൻ, സക്സഷൻ ഓർ ഡിമർജർ ഡെപ്രിസിയേഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ആവുന്നത്? ഫസ്റ്റ് സ്റ്റെപ്പ്, അമാൽഗമേഷനോ ഡിമർജറോ സക്സഷനോ നടന്നിട്ടില്ല എന്ന് വിചാരിക്കുക. എന്നിട്ട് അതനുസരിച്ച് ഡെപ്രിസിയേഷൻ എടുക്കുക. ഡെപ്രിസിയേഷൻ എടുത്തതിന് ശേഷം അതിനെ റേഷ്യോയിലേക്ക് കൺവേർട്ട് ചെയ്യുക. എത്ര മാസം ബിഫോർ അമാൽഗമേഷൻ, ആഫ്റ്റർ അമാൽഗമേഷൻ, അങ്ങനെ അതിനെന്ത് ചെയ്യണം? ആ റേഷ്യോയിൽ അതിനെ ബൈഫർക്കേറ്റ് ചെയ്യണം. അതൊരു ചെറിയൊരു കോൺസെപ്റ്റ് ആണ്. ഇനി സെക്ഷൻ 32AD ഇൻവെസ്റ്റ്മെന്റ് അലവൻസ്. ഇത് നമ്മുടെ ലാസ്റ്റ് സെക്ഷൻ ആണ്. 32AD investment allowance for new plant and machinery, set up manufacturing industries, blah blah blah. അതെല്ലാം additional depreciation സെയിം കണ്ടീഷൻ ആണ്. പക്ഷേ ശ്രദ്ധിച്ചിരിക്കാം, അഡീഷണൽ ഡെപ്രിസിയേഷന്റെ സെയിം കണ്ടീഷൻസ് ആണ്. പക്ഷേ അഡീഷണൽ ഡെപ്രിസിയേഷൻ ലെസ് ദാൻ 180 days ആണ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഹാഫ് ആക്കുമായിരുന്നു. പക്ഷെ ഇൻവെസ്റ്റ്മെന്റ് അലവൻസ് 32AD എന്താണ്? ഹാഫ് ആക്കില്ല. മനസ്സിലായോ? അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് അലവൻസ് നമുക്ക് എത്ര കിട്ടുന്നത്? 15%. ഇൻവെസ്റ്റ്മെന്റ് അലവൻസ് എത്രയാണ്? 15%. സെയിം കണ്ടീഷൻ സ്റ്റോപ്പ്, എല്ലാം സെയിം. എവിടുത്തെ മാതിരി? അഡീഷണൽ ഡെപ്രിസിയേഷന്റെ മാതിരി തന്നെ കണ്ടീഷൻസ് ആണ്. പക്ഷെ അഡീഷണൽ ഡെപ്രിസിയേഷനിൽ ലെസ് ദാൻ 180 days ആണ് അസറ്റ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ 0.5% ഈ വർഷം, ഹാഫ് സബ്സിക്വന്റ് എടുക്കുമായിരുന്നു. പക്ഷെ ഇവിടെ ഹാഫ് എന്നൊരു കോൺസെപ്റ്റ് ഇല്ല. ലെസ് ദാൻ 180 days നോക്കുകയില്ല. ഇൻവെസ്റ്റ്മെന്റ് അലവൻസിൽ ഡേറ്റ് ഒരിക്കലും നോക്കരുത്. സോ ക്രൈറ്റീരിയാസ് ഫുൾഫിൽ ആവുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 32AD ഇൻവെസ്റ്റ്മെന്റ് അലവൻസ്. ഇതിന്റെ ലോക്ക് ഇൻ പീരീഡ് ഉണ്ട് 5 years. അപ്പൊ ഇവിടെ 15% ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഇൻവെസ്റ്റ്മെന്റ് അലവൻസ് കിട്ടുന്നത്. ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ എന്ത് ചെയ്യില്ല? ഹാഫ് ചെയ്യില്ല കേട്ടോ. ഓക്കെ, ഇത് 5 years ഞാൻ പറഞ്ഞില്ലേ, 5 years ലോക്ക് ഇൻ പീരീഡ് ഉണ്ട്. അതിന് മുന്നേ നിങ്ങൾ എങ്ങാനും ആ അസറ്റിനെ വിൽക്കുകയാണെങ്കിൽ പിന്നെ എത്രയാണോ നിങ്ങൾ ഡിഡക്ഷൻ മേടിച്ചത് അത്രയും നിങ്ങളുടെ PGBP ഇൻകം ആയിട്ട്, ഡീം ടു ബി ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യും. ദെൻ
ഇതൊരു സിമ്പിൾ ചാപ്റ്ററാണ്. ഇതൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഒരു ക്ലാരിഫിക്കേഷൻ ഒരു ചാപ്റ്റർ. ഇത് കാണാൻ നോക്കിയാൽ എല്ലാം കോൺസെപ്റ്റ് ശരിക്കും മനസ്സിലാവും. സ്പെഷ്യൽ ഓപ്ഷൻ അവൈലബിൾ ഫോർ SSC എൻഗേജ് ഇൻ ബിസിനസ് ഓഫ് ജനറേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ ആൻഡ് ഇലക്ട്രിസിറ്റി. പവർ ജനറേഷൻ യൂണിറ്റ്സ് ഉള്ളതാണ്. നോർമൽ കേസ് അല്ല, പവർ ജനറേഷൻ യൂണിറ്റ്സിന്റെയാണ്. അവർക്ക് ഓപ്ഷൻ SLM എടുക്കാം, SLM എടുക്കാം, WDV എടുക്കാം, SLM എടുക്കാം, WDV എടുക്കാം, ഡിപ്പെൻഡ്സ്. ട്രേഡിംഗ് ആണെങ്കിൽ SLM ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. അഡീഷണൽ ഡെപ്രിസിയേഷൻ ഉണ്ടോ? ഇല്ല. ഇല്ല, ശ്രദ്ധിക്കുക. ട്രേഡേഴ്സിന് അഡീഷണൽ ഡെപ്രിസിയേഷൻ കോൺസെപ്റ്റ് ഇല്ല. മാനുഫാക്ചറർ ആയിരിക്കണം, എന്നാൽ മാത്രമേ അഡീഷണൽ ഡെപ്രിസിയേഷൻ കിട്ടുള്ളൂ. ഇനി പ്രൊഫഷണൽ SLM ഉണ്ടോ? ഓപ്ഷൻ ഉണ്ടോ? കിട്ടില്ല. അഡീഷണൽ ഡെപ്രിസിയേഷൻ വരുമോ? ഇല്ല. എന്താണ്? മാനുഫാക്ചർ ആയിരിക്കണം. ഇനി മാനുഫാക്ചർ ഓഫ് എനി ആർട്ടിക്കൽ SLM അവൈലബിൾ ആണോ? ഇല്ല. കമ്പൽസറി WDV ആണ്. അഡീഷണൽ ഡെപ്രിസിയേഷൻ കിട്ടുമോ? യെസ്. മാനുഫാക്ചർ, ജനറേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ ആണ്. SLM കിട്ടുമോ? ഓപ്ഷൻ യെസ്, SLM ഓപ്ഷൻ ഉണ്ട്. അഡീഷണൽ ഡെപ്രിസിയേഷൻ കിട്ടുമോ? കിട്ടും. ബട്ട് നിങ്ങൾ WDV ഫോളോ ചെയ്യുകയാണെങ്കിൽ മാത്രമേ അഡീഷണൽ ഡെപ്രിസിയേഷൻ കിട്ടുള്ളൂ. SLM ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അഡീഷണൽ ഡെപ്രിസിയേഷൻ കിട്ടില്ല. മനസ്സിലായോ? അപ്പൊ അതായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ടെർമിനൽ ആൻഡ് ബാലൻസിങ് ചാർജ് ആണ് വരുന്നത്. ഓക്കെ, ഇവിടെ ഉണ്ട് ടെർമിനൽ ആൻഡ് ബാലൻസിങ് ചാർജ്. ഇത് നിങ്ങൾ വേണമെങ്കിൽ ഞാൻ ഒരു സെക്കൻഡ് നിൽക്കാം, നിങ്ങൾ ഒരു സ്ക്രീൻഷോട്ട് ഇട്ട് എടുക്കുകയാണെങ്കിൽ എടുക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞത് തന്നെയാണ്. ഓക്കെ, ആക്ച്വൽ കോസ്റ്റിനകത്ത് എന്തൊക്കെയാ വരും? ആക്ച്വൽ കോസ്റ്റും പർച്ചേസ് കോസ്റ്റും രണ്ടും വ്യത്യാസമുണ്ട്. പർച്ചേസ് കോസ്റ്റ്, ഈ പേനയുടെ പർച്ചേസ് കോസ്റ്റ് 50 രൂപയാണ്. പക്ഷെ ഇതിന് അവിടുന്ന് ഇവിടം വരെ എത്തിക്കാനുള്ള കോസ്റ്റും കൂടി എന്താണ് നമ്മുടെ ആക്ച്വൽ കോസ്റ്റിനകത്ത് വരും. ആക്ച്വൽ കോസ്റ്റ് ഇൻക്ലൂഡ്സ് അൺഅബ്സോർബ്ഡ് ഡെപ്രിസിയേഷൻ ഓൾസോ. മനസ്സിലായില്ലേ? അപ്പൊ അൺഅബ്സോർബ് ഡെപ്രിസിയേഷൻ എന്ന് വെച്ചാൽ എന്താ? ഈ വർഷം ഡെപ്രിസിയേഷൻ അബ്സോർബ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ ഇനഫ് പ്രോഫിറ്റ് ഇല്ലെങ്കിൽ ആ അൺഅബ്സോർബ് ഡെപ്രിസിയേഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അൺഅബ്സോർബ് ഡെപ്രിസിയേഷനെ നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ആക്ച്വൽ കോസ്റ്റിനകത്ത് അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അൺഅബ്സോർബ്ഡ് ഡെപ്രിസിയേഷൻ when there is no profit in particular head, unabsorbed depreciation concept ആണ് വരുന്നത്. The balance is called unabsorbed depreciation, which can be set off against any head and balance if any number of years. But salary against നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വിന്നിങ്സിന്റെ against നമുക്ക് unabsorbed depreciation എടുക്കാൻ പറ്റില്ല. But other than any other head, സാലറിയുടെ apart from salary, ഏത് ഹെഡിന്റെ ഇടയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? unabsorbed depreciation നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ ഇതായിരുന്നു അൺഅബ്സോർബ് ഡെപ്രിസിയേഷൻ എങ്ങനെ എടുക്കുന്നത്? ആദ്യം കറന്റ് ഇയർ ഡെപ്രിസിയേഷൻ, പിന്നെ ബ്രോഡ് ഫോർവേഡ് ബിസിനസ് ലോസ്, പിന്നെ അൺഅബ്സോർബ് ഡെപ്രിസിയേഷൻ. ഇതിന്റെ ബേസിസിൽ ഒരു കുഞ്ഞു പ്രോബ്ലം ഉണ്ട്. CA ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ട്. ഐ എം നോട്ട് വെരി ഷുവർ അബൌട്ട് CMAയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്റ്റഡി മാറ്റിൽ ഉണ്ടോന്ന്. ബട്ട് CAയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഓൾഡ് കാർക്ക് ബുക്കിൽ അത് അങ്ങനത്തെ ഒരു അൺഅബ്സോർബ് ഡെപ്രിസിയേഷന്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പൊ അതും കൂടെ ഒന്ന് ചെയ്തിട്ട് പോവാം. സോ ദിസ് ഈസ് ലെങ്തി discussion on depreciation. എനിക്ക് അറിഞ്ഞൂടെ ഇത് എത്ര മണിക്കൂറിലാണ്. അപ്പൊ this will be PGBP part 2. ഇനി PGBP part 3 നമ്മൾ ഡിസ്അലവൻസസ് കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ യു ക്യാൻ തിങ്ക് ഓഗസ്റ്റ് മിഡ് വരെ എങ്ങനെയും നമ്മുടെ ക്ലാസ് പോകും. ഇതിപ്പോ നമ്മുടെ ആരുടെയും തെറ്റല്ല. ചാപ്റ്റേഴ്സ് ആർ വെരി വാസ്റ്റ്. ഞാൻ ഇങ്ങനെ പടപടാന്ന് പറഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എല്ലാവർക്കും മനസ്സിലാവില്ല. ഓക്കെ, നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാ. പക്ഷെ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാ, എന്താ അതിനകത്ത് പുതിയതുള്ളതെന്ന് തോന്നിപ്പോകും. ഓക്കെ, അപ്പൊ എല്ലാവരും തീർച്ചയായിട്ടും ഫുള്ളായിട്ട് വീഡിയോ കാണാം. ഡെപ്രിസിയേഷന്റെ മാക്സിമം പ്രോബ്ലംസ് ചെയ്യാം. ഡെപ്രിസിയേഷന്റെ പ്രോബ്ലമില് എന്തൊരു ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാം. സപ്പോസ് നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാൻ അത്രയും കൺവീനിയന്റ് അല്ല എന്ന് തോന്നുകയാണെങ്കിൽ ഫേസ്ബുക്കിൽ എൻ്റെ പേജ് ഉണ്ട്, ഡിസ്കഷൻ വിത്ത് ദ CA ആസ്പിരന്റ് എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്ക് പേജ് ഉണ്ട്, അതിനകത്ത് ചോദിക്കാം. ഓക്കെ, ഇനിയിപ്പോ അതിൽ നിങ്ങൾക്ക് ചോദിക്കാൻ മടി തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി എനിക്ക് മെസ്സഞ്ചറിൽ മെസ്സേജ് ഇടാം. എൻ്റെ പേര് നീലിമ വർമ്മ, NEELIMA വർമ്മ, VARMA. അപ്പൊ അങ്ങനെ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മെസ്സഞ്ചറിൽ കിട്ടും. ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം. സോ ദിസ് വാസ് the most important section 32. Okay, thank you so much. അപ്പോൾ നെക്സ്റ്റ് പാർട്ട് 3 ഞാൻ നാളെ മറ്റന്നാളായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബൈ.